എൻ്റെ ജനറേഷനിൽ എനിക്ക് ഒരാളോട് ലവ് തോന്നിയാൽ ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുള്ളായിരുന്നു. ഇപ്പോഴത്തെ എല്ലാ ക്യാമ്പസുകളിലും ഈ ഡ്രഗ്സിൻ്റെ പ്രസൻസ് ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു 14 വയസ്സുള്ള ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്നിരുന്ന വഴി എന്നോട് പറഞ്ഞു, ഞാൻ കഞ്ചാവ് അടിക്കുക, എനിക്ക് നിർത്തണം. പണ്ടൊരു കുടുംബത്തിലെന്ന് വെച്ചാൽ ഈ ഓപ്പൺ സ്പേസ് കൂടുതലും പ്രൈവറ്റ് സ്പേസ് കുറവായിരുന്നു. നിങ്ങൾ ഈ 21 വയസ്സ് വരെ എങ്കിലും ഈ പറയുന്ന ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കൂ. നമ്മളൊക്കെ ഫേസ്ബുക്ക് വന്നപ്പോഴേക്കും ഇൻസ്റ്റഗ്രാം വന്നപ്പോഴേക്കും എന്തോ തെറ്റ് സംഭവിക്കണ പോലെ പഠിപ്പിച്ചേ. നിങ്ങൾ എന്നെ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാക്കിയാൽ ഞാൻ ആദ്യം ചെയ്യുക ഇത്തരം അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ബുൾഡോസർ വെച്ച് തകർക്കും. വെൽക്കം ടു ഡു ഇറ്റ് പോഡ്കാസ്റ്റ്. സോ ഇന്ന് നമ്മുടെ ഡിസ്കഷൻ ഇസ് ഓൾ അബൌട്ട് ഡ്രഗ് പ്രിവെൻഷൻ ആൻഡ് അഡിക്ഷൻ. സോ ഇന്ന് നമ്മുടെ കൂടെ ഉള്ള ഫ്രാൻസിസ് സർ, അനീഷ് സർ ആൻഡ് കാർത്തിക് ആണ്. They are all experts who's been working for awareness and prevention of this case for the past 20, sir? More than 30. More than 30, okay. More than 30 years. So, എനിക്ക് ഇന്ന് നമ്മൾ കുറേ കേട്ടിട്ടുണ്ടാവും ഡ്രഗിനെ പറ്റി, മീഡിയയിലും ന്യൂസിലും ഒക്കെ കുറേ കേട്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ കേൾക്കേണ്ട കാര്യങ്ങൾ മാത്രമേ അവർ നമ്മളോട് പറയാറുള്ളൂ. പക്ഷേ ഇന്ന് ഞാനിവിടെ ഇവരെ കൊണ്ടുവന്നിരിക്കുന്നത് they'll tell us more in detail about this. അതായത് നമ്മൾക്ക് അറിയില്ലാത്ത കുറേ കാര്യങ്ങളുണ്ടാവും, നമ്മൾക്ക് അറിഞ്ഞിട്ടും നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും. ഇതിനെപ്പറ്റിയൊക്കെ അവർ കുറച്ചുകൂടെ നല്ല ഇൻസൈറ്റ്സ് നമുക്കിന്ന് തരും. സോ ഐ വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് ഫ്രാൻസിസ് സർ, അനീഷ് സർ ടുഡേ. സർ പറഞ്ഞോളൂ, ഓൾ അബൌട്ട് യു. ഞാൻ ഫ്രാൻസിസ് മുത്തേടൻ എന്നാണ് എൻ്റെ പേര്. ഞാൻ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ മയക്കുമരുന്ന് വിഭാഗത്തിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടറാണ്. അതുകൂടാതെ യുണൈറ്റഡ് നേഷൻ്റെ UNODCയുടെ ഗ്ലോബൽ മാസ്റ്റർ ട്രെയിനറാണ്, കൊളംബോ പ്ലാന്റ് ട്രെയിനറാണ്. ഒരു 20ഓളം രാജ്യങ്ങളിൽ പോയി എക്സ്പേർട്ടുകളെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ സ്പെസിഫിക്കായിട്ട് അഫ്ഗാനിസ്ഥാനിൽ 2 വർഷം ഡ്രഗ് അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റേഴ്സിൻ്റെ ഇൻചാർജായിരുന്നു. താങ്ക് യു. അനീഷ് സർ. ഹലോ, ഞാൻ ഡോക്ടർ അനീഷ്, രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസസിലെ സോഷ്യൽ വർക്ക് വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. അതുകൂടാതെ കഴിഞ്ഞ 25ഓളം വർഷങ്ങളായിട്ട് ഈ ഡ്രഗ് പ്രിവെൻഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നു. എൻ്റെ ട്രെയിനിങ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസസ്, നിംഹാൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നാണ്. ആ ട്രെയിനിങ്ങിന് ശേഷം വിവിധ ഡ്രഗ് പ്രിവെൻഷൻ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും നശാമുക്ത് ഭാരത് അഭിയാനിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എറണാകുളം ജില്ലയുടെ നശാമുക്ത് ഭാരത് അഭിയാൻ ജില്ലാ കോർഡിനേറ്ററായിരുന്നു. അതുകൂടാതെ കോമ്പാറ്റ് എന്ന് പറയുന്ന രാജഗിരി കോളേജിൻ്റെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡ്രഗ് പ്രിവെൻഷൻ പ്രോജക്റ്റിൻ്റെ ഡയറക്ടറുമാണ്. താങ്ക് യു. ഓക്കെ സാർ, നമുക്കറിയാലോ ഇപ്പോഴത്തെ ന്യൂസുകളും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കേൾക്കുന്നതാണ്. ഇപ്പോൾ കുറേ ന്യൂസുകൾ, ഇപ്പോൾ റീസെൻ്റ്ലി കുറേ ന്യൂസുകൾ റിലേറ്റഡ് ഇപ്പോൾ ഇഷ്യൂസ് നടന്നതിൻ്റെ ഉള്ളതും, പിന്നെ ഇപ്പോൾ കുറേ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതും, ഡെയിലി 9 കേസ് വെച്ചൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന MDMA പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കേസുകൾ. ഇത് ആക്ച്വലി അത് വാസ്തവം എന്താണെന്നുള്ള അറിയാൻ വേണ്ടിയാണ് എനിക്ക് ഫ്രാൻസിസ് സാറിൻ്റെ അടുത്താണ് ചോദിക്കുന്നത്. ഇത് ഈ പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് സത്യമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു കുട്ടി ഒരു ഡ്രഗ് ഉപയോഗിച്ചത് കൊണ്ട് അയാൾ അതിന് അഡിക്റ്റ് ആവണമെന്നില്ല. 2, ലഹരി ഉപയോഗിക്കുന്ന എല്ലാവരും അക്രമവാസന കാണിക്കണമെന്നില്ല. 3, ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന MDMA പോലെയുള്ള സിന്തറ്റിക് ഡ്രഗ്സ്, രാസലഹരി, അത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു റിക്രിയേഷൻ ഡ്രഗായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ കുറേ വർക്ക് ചെയ്ത് ടയേർഡായി കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്ത ഒരു മാസം, എൻഡ് ഓഫ് ദ മന്ത് യു വാണ്ട് എൻജോയ്. DJ പാർട്ടിക്ക് പോകണം, മസാജ് പാർലറിൽ പോകണം, അപ്പോൾ അത് അവർ ഉപയോഗിക്കും. പക്ഷെ നമ്മുടെ ഇവിടെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ചുള്ള ശരിയായ അറിവില്ലാത്തത് കൊണ്ട് പലരും അത് ഉപയോഗിച്ച് തുടങ്ങിയ പിന്നെ അതിനോടൊരു ആർത്തിയാണ്, അത് അഡിക്ഷനിലേക്ക് പോകുന്നുണ്ട്. അത് അപകടകാരിയാണ്. 2, ഈ വരുന്ന റിപ്പോർട്ടുകളുടെ സത്യം മനസ്സിലാക്കണമെങ്കിൽ കൃത്യമായ സർവേകളും റിസർച്ചുകളും വേണം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അവസാനമായി റിസർച്ച് നടത്തിയത് 2019. അന്ന് MDMA ഒരു താരമല്ലായിരുന്നു, ഇപ്പോൾ അതൊരു താരമായി. അപ്പോൾ അത് നമ്മളാരെങ്കിലും ഏറ്റെടുത്ത് നടത്തണം, പക്ഷെ അതിന് പണം വേണം.
അതിന് സർക്കാർ അതിന് നേരിട്ടിറങ്ങണം, റിസർച്ച് നടത്തണം. പത്രങ്ങളുടെ റിപ്പോർട്ട് മാത്രം പോരാ. പക്ഷേ അവിടെയും കുറേ പൊളിറ്റിക്സ് ഉണ്ട്. അതെ. റിസർച്ച് ഏൽപ്പിക്കുന്നത് ഒരു ബന്ധമില്ലാത്തവരുടെ കയ്യിലായിരിക്കും. കഴിഞ്ഞ ഗവൺമെൻറ്, അത് കോൺഗ്രസ് ആണോ CPM ആണോ എന്ന് ഞാൻ പറയുന്നില്ല, നമുക്ക് രാഷ്ട്രീയമില്ല. ആ ഗവൺമെൻറ് ഒരു വ്യക്തിയെ വെച്ച് ഒരു റിസർച്ച് നടത്തി കേരളത്തിലെ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തെക്കുറിച്ച്. അതിന് അദ്ദേഹം ഉപയോഗിച്ചത് അസിസ്റ്റ് എന്ന് പറഞ്ഞൊരു ടൂളാണ്, സ്ക്രീനിങ് ടൂളാണത്. കറക്റ്റാണ്. പക്ഷേ അതിന് റിസർച്ചിനെ ഏൽപ്പിച്ചത് കുടുംബശ്രീക്കാരെയാണ്. വാട്ട് ദേ ഹാവ് ടു ഡു വിത്ത് അഡിക്ഷൻ? യു മസ്റ്റ് യൂസ് എക്സ്പേർട്സ്, ട്രെയിൻഡ് പീപ്പിൾ. ഒന്ന്. രണ്ട്, അതിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ എനിക്ക് അതിശയം തോന്നി. ഹൗ ക്യാൻ ഇറ്റ് ബി? അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് പല താലൂക്ക് ആശുപത്രികളിലും റിസർച്ചിന് ഇവർ കൊടുത്ത ക്വസ്റ്റ്യൻ എയർ ഇപ്പോഴും അവിടെ തന്നെ കിടപ്പുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടാക്കി അവർ. ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് സംടൈംസ് കനോട്ട് ബി ബിലീവ്ഡ്. അവർക്ക് ശരിയായ രീതിയിൽ റിസർച്ച് നടത്താതെ ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, ഇവിടെ ഭയങ്കരമാണ്, എന്തോ വലിയ സംഭവം നടന്നതാണ്. ലെറ്റ് മീ ടെൽ യു, ലഹരിയുടെ ഉപയോഗം കൂടിയിട്ടുണ്ടെങ്കിലും അതൊരു അഡിക്ഷനിലേക്ക് വന്നത് കുറവാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററുകളിൽ ധാരാളം കുട്ടികൾ വന്നേനെ. അത് കുറവാണ്. ദിസ് ഈസ് ടൈം നമ്മുടെ പ്രിവെൻഷൻ മെത്തേഡ്സ് കുറച്ചുകൂടെ മെച്ചമാക്കുക. ചുമ്മാ ഒരു നാൽക്കവലയിൽ ആൾ കൂടി അല്ലെങ്കിൽ ഒരു കോളേജിൽ ഒരു 100-500 പേരെ വെച്ച് ഒരു ക്ലാസ് എടുക്കാതെ കൃത്യമായ പ്ലാനിംഗ് ഉള്ള ബോധവൽക്കരണ പരിപാടികൾ ചെയ്യുക. അത് ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പം നമുക്ക് ഈ റിസർച്ചിലും ഈ പറയുന്നതിലൊക്കെ എന്തോരം വാസ്തവമുണ്ടെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പക്ഷേ സാറേ, ഇപ്പോൾ റീസെൻ്റ്ലി കുറേ കേൾക്കുന്നത് കുറേ കോളേജ്, ഇപ്പോൾ സാറ് രാജഗിരി കോളേജിലെ പ്രൊഫസറും കൂടിയാണ്. അപ്പോൾ കുറേ കോളേജുകൾ സ്റ്റുഡൻസാണ് ഇതിലോട്ട് വരുന്നത്, അല്ലെങ്കിൽ ഇവരാണ് അതിൽ പാർട്ടാവുന്നതെന്നുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി ഈവൻ റീസെൻ്റ്ലി ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, ടൂർ പോകുന്ന ബസ്സിൽ റെയ്ഡ് ചെയ്തപ്പോൾ അതിൽ നിന്ന് ഡ്രഗ്സ് മേടിച്ചത്. ഡ്രഗ്സ് അല്ല, അത് മർജുവാൻ എന്താണെന്ന് തോന്നുന്നു. പക്ഷേ ഈവൻ അതിലാണെങ്കിലും കോളേജിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ കോളേജിൻ്റെ എങ്ങനെയാണ്, കോളേജിലെ സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങളിലുള്ള ഇൻവോൾവ്മെൻറ്റ്, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഇതെങ്ങനെയാണ് വരുന്നത്, പോപ്പുലർ ആവുന്നത്, ഇതിനെക്കുറിച്ചുള്ള എന്തൊക്കെയാണ് സാറിനുള്ള ഒരു? ആദ്യമായിട്ട് തന്നെ ഞാൻ നേരത്തെ സംസാരിച്ച വിഷയത്തെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കണമെന്ന് തോന്നുന്നു. ഒന്നെന്ന് പറയുന്നത്, നമ്മൾ ഈ പത്രമാധ്യമങ്ങളിൽ അല്ലെങ്കിൽ വിവിധ മീഡിയകളിൽ ഈ ഡ്രഗ്സിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ചർച്ചകളെന്ന് വെച്ചാൽ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ നമുക്കതൊരു സൂചനയാണ്. അപ്പോൾ ആ സൂചനയെ തള്ളിക്കളയരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം സൂചന തള്ളിക്കളഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ ക്രിമിനൽ ആക്ടിവിറ്റീസ് കൂടുന്നു. അപ്പോൾ പത്രമാധ്യമങ്ങൾ എപ്പോഴും അതിൻ്റെ സെൻസേഷനും അതിൻ്റെ സെൻസേഷൻ നോക്കിയിട്ടാണ് പത്രം അതിനെ പോപ്പുലറൈസ് ചെയ്യുന്നത്. എങ്കിൽ പോലും അതിനകത്തൊരു സൂചകമുണ്ട്. അതായത് സമൂഹത്തിൽ ക്രിമിനൽ ഒഫൻസുകൾ കൂടുന്നു, അത് കണക്റ്റഡ് ഡ്രഗ്സ് ഉണ്ട് എന്നുള്ളൊരു സൂചനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രിവെൻഷൻ്റെ ആവശ്യകത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാജറേറ്റഡ് ആണെങ്കിലും ഇറ്റ് ഈസ് ആൻ അവയർനെസ്. അതൊരു അവയർനെസ് മാത്രമല്ല, നമുക്കതിൽ നിന്ന് മുമ്പോട്ട് പോകേണ്ടതുണ്ട്. ഇപ്പം ഈ സാറ് നേരത്തെ പറഞ്ഞ പോലെ റിസർച്ചുകൾ ചെയ്ത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഡ്രഗ്സ് തന്നെയാണോ എന്നും ആ ഡ്രഗ്സിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യതകൾ എന്തുകൊണ്ടാണെന്നും കാരണങ്ങൾ എന്താണെന്നും അറിയാനുള്ള ചില വളരെ വ്യക്തമായ ഗവേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം അതാണ്. 2, ഇപ്പോൾ ചോദിച്ച വിഷയം കോളേജുകളിൽ ഇതുണ്ടോ എന്നുള്ള ചോദ്യം. നമുക്കറിയാം ഇപ്പോഴത്തെ എല്ലാ ക്യാമ്പസുകളിലും ഈ ഡ്രഗ്സിൻ്റെ പ്രസൻസ് ഉണ്ട്. അത് കോളേജുകളിലല്ല, സ്കൂളുകളിലും. അപ്പോൾ നമ്മൾ ശരിക്കും ഇപ്പോഴത്തെ ഡ്രഗ് മാഫിയ അല്ലെങ്കിൽ ഡ്രഗ് വിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം അവർക്ക് ലോങ് ടൈം ക്ലയൻസിനെ കണ്ടെത്തണം, അല്ലെങ്കിൽ യങ്ങർ ജനറേഷനിലൂടെ തുടങ്ങണം. അപ്പോൾ അവരെ അതിൽ കുറച്ചുകൂടെ കടത്തിക്കൊണ്ടുവരുന്ന ആഗ്രഹം, അതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും വലിയ റിസ്ക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികൾ തുടങ്ങുന്ന ഏതൊരു പെരുമാറ്റ വൈകല്യവും ചെറുപ്രായത്തിൽ തുടങ്ങിയാൽ അതിൻ്റെ കോൺസിക്വൻസ് വളരെ ശക്തവും പിന്നീട് അത് കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് പോകാൻ സാധ്യത. അപ്പോൾ പ്രിവെൻഷൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കഴിഞ്ഞു. അപ്പം എനിക്ക് ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ യൂത്തിനിടയ്ക്ക് ഈ ഇത്തരം ബിഹേവിയറുകൾ വളരെ നോർമലൈസ്ഡ് ആയി മാറുന്നു എന്ന് പറയുന്നപ്പോൾ നമ്മൾ മീഡിയ ഇൻഫ്ലുവൻസിനെ വെച്ച് പറയുന്നു. അപ്പം വളരെ ഏറ്റവും കൂടുതൽ വിജയിക്കുന്ന സിനിമകളോ വിജയിക്കുന്ന മാധ്യമങ്ങൾ വരുന്ന സീരീസുകളോ ഒക്കെ പലപ്പോഴും ഇത് ലിങ്ക്ഡാണ്. അപ്പോൾ ഇതാണ് ഐഡിയലി സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കാനുള്ള കുട്ടികൾക്ക് തോന്നാനുള്ള സാധ്യതകൾ കൂടുതൽ. അപ്പോൾ അതിനെ വെച്ചിട്ട് അത്തരം ബിഹേവിയർ ചെയ്യുന്നതാണ് ഹീറോയിസം ചിന്തിക്കാനുള്ള സാധ്യത ഉണ്ടാകുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റോൾ മോഡലിംഗ് മീഡിയയിൽ നടക്കുന്നുണ്ട്. 2, ഇത് ക്യാമ്പസുകളിൽ റെസിലിയൻസ് കുറയുന്നുണ്ട്. റെസിലിയൻസ് പറഞ്ഞാൽ കുട്ടികൾക്ക് പഴയ പോലെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള
സാധ്യതകൾ അത് വലിയൊരു വേറെ മേഖലയാണ്, ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. മാനസികാരോഗ്യ പ്രശ്നം എന്ന് പറഞ്ഞ വേറെ മേഖലയാണ്, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പക്ഷേ ഇതെല്ലാം കൂടിച്ചേരുമ്പോൾ ഈ നോർമലൈസേഷൻ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് ഇത് ഉപയോഗിക്കുന്നത് തെറ്റല്ല, അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് എന്താ കുഴപ്പം, അപ്പോൾ അതൊക്കെ റാഷണലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതൊക്കെ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം പ്രിവെൻഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അവയർനെസ് ബിൽഡിംഗ് അല്ല. കാരണം ഇപ്പോൾ അവയർനെസ്സിന് കുറവൊന്നുമില്ല. നമ്മുടെ എല്ലാ യൂത്തിനും ഈ അവയർനെസ് ഇഷ്ടംപോലെ അവൈലബിൾ ആണ്, ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ബിഹേവിയർ ചേഞ്ചിലേക്ക് കൊണ്ടുപോകുന്ന എന്ത് കാര്യം ചെയ്യാൻ കഴിയും എന്നാണ് ഫോക്കസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. എക്സിക്യൂഷൻ ഓൾസോ അല്ലേ സർ? അവയർനെസ് മാത്രമല്ല, യു ഷുഡ് വർക്ക് ബിഹൈൻഡ് ഇറ്റ് ഓൾസോ. എന്നുവെച്ചാൽ ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സ് മാത്രമല്ല ഇതിന്റെ പുറകെ പണിയെടുക്കേണ്ടത്. കുറേ പേര് നമ്മൾ സോഷ്യലി സർവീസ് ചെയ്യുന്ന ആൾക്കാരും ഇതിന്റെ പ്രവൃത്തിയിലോട്ട് വരുമ്പം ഇറ്റ്സ് ലാക്കിങ്. അതാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സാറ് പറഞ്ഞതുപോലെ ഈ കുട്ടികളുടെ ബിഹേവിയർ ചേഞ്ചാണ് നമുക്കുണ്ടാകേണ്ടത്. ഇപ്പോൾ ഒരു ചോദ്യം, കുട്ടികളുടെ ബിഹേവിയറിന് എന്താ കുഴപ്പം? അപ്പോൾ അതിന് മറുപടി തരുന്നത് അവരെല്ലാം ഡ്രഗ്സ് ഉപയോഗിക്കുന്നത്. അതെ അതെ അതെ, അത് ഈസ് റോങ്. യെസ്. എൻ്റെ അനുഭവത്തിൽ പറഞ്ഞ് ഇന്നത്തെ കുട്ടികളാണ് ഫാർ ബെറ്റർ ദാൻ മൈ ജനറേഷൻ. എൻ്റെ ജനറേഷനിൽ എനിക്ക് ഒരാളോട് ലവ് തോന്നിയാൽ ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുള്ളായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾ ദേ ആർ അസർട്ടീവ്, ദേ വിൽ ടെൽ ഐ ആം ഇൻ ലവ് വിത്ത് സംബഡി ആൻഡ് ദറ്റ് ഈസ് എ ഗുഡ് ബിഹേവിയർ. അപ്പോൾ കുട്ടികളുടെ ഗുഡ് ബിഹേവിയറിന് പ്രോത്സാഹിപ്പിക്കണം. ഇപ്പോൾ പരസ്യമായിട്ട് അവർ കിസ് ചെയ്യുന്നു, അതിവിടെ എന്തോ ഒരു വലിയൊരു തലവേദനയാണ്. പരസ്യമായിട്ട് ആരെയും കൊന്നാലും ഒരു കുഴപ്പമില്ലല്ലോ. കൊല്ലുന്നതാണോ കിസ് ചെയ്യുന്നതാണോ നല്ലത്? അപ്പോൾ കുട്ടികൾ പഠിക്കുന്ന കാലത്തിനനുസരിച്ച് കുട്ടികളിൽ വരുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളുക. ദർ ഈസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ടെക്നോളജിക്കൽ ചേഞ്ച് ആൻഡ് ദ സോഷ്യൽ ചേഞ്ച്. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നമ്മൾ പേരൻസ് മറന്നുപോയി. ഫ്രീഡം കൊടുക്കണം ആവശ്യത്തിന്, എന്നാൽ നിയന്ത്രണങ്ങൾ വേണം. അവരുടെ ബിഹേവിയറെ നമ്മൾ ഫോം ചെയ്യണം. അത് നടക്കുന്നില്ല. അതിന് നമ്മളൊക്കെ കുറ്റവാളികൾ എന്ന് പറഞ്ഞ പേരൻസ്. പിന്നെ അതുപോലെ തന്നെ വേറെ ഒന്നുമല്ല, ഇപ്പോൾ നമുക്കറിയാലോ പണ്ടെന്നൊക്കെ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോഷ്യൽ മീഡിയ അങ്ങനത്തെ ഒന്നും ചാനലൊന്നുമില്ല, ടെക്നോളജി ഇല്ല. ഇന്ന് ടെക്നോളജി വളർന്നു. ടെക്നോളജി വളർന്നപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് അറിയാനുള്ള കാര്യങ്ങൾ കൂടുതലായി. പണ്ട് എന്ന് പറയുന്നത് ഈവൻ ടി വിയുള്ള കാലത്ത് പോകണമെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല ആർക്കും. അത് അറിയുന്നത് ആ സർക്കിളിൽ മാത്രമുള്ളവരായിരിക്കും അറിയുള്ളൂ. അല്ലെങ്കിൽ ഇന്നെന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇന്നെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ന്യൂസ് ചാനലിലാണെങ്കിലും എല്ലാത്തിലും ഇതിൽ ഡീറ്റെയിലിംഗ് കാണിക്കണം. ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ സാർ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പിടിച്ചു, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ പിടിച്ചു, അണ്ട് ഇവർ എത്ര, അല്ലെങ്കിൽ നമുക്ക് ഇവർ കുറ്റവിമുക്തരാകുന്നത് എത്ര മാസം കൊണ്ടാണ്, ഡീറ്റെയിലിംഗ് അറിയാൻ പറ്റും പിള്ളേർക്ക്. ഇപ്പോൾ ഇവൻ പിടിച്ചു കഴിഞ്ഞാലും അവർ തിങ്ക് ചെയ്യണ കേസ് എന്ന് പറയുന്നത് ഞാൻ പെട്ടെന്ന് തന്നെ ഇത് യൂസ് ചെയ്താലും പെട്ടെന്ന് ഇറങ്ങാൻ പറ്റും. ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് അവർക്ക് അറിയാം. ഇതിൽ എന്താണ് എഫക്റ്റ്, അല്ലെങ്കിൽ ഇവരുടെ ഫാമിലിക്ക് ബാരിയർ ആവുന്നുണ്ടോ, അതൊന്നും ചിന്തിക്കുന്നില്ല. പക്ഷേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള ഇൻഫ്ലുവൻസ് ഇപ്പോൾ പിള്ളേരുടെ ഇടയിൽ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യണല്ലേ. അതാണ് എൻ്റെ ചോദ്യം. യു ആർ അബ്സല്യൂട്ട്ലി കറക്റ്റ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, സോഷ്യൽ മീഡിയ ഈസ് നോട്ട് എ ബാഡ് തിങ്. യെസ്, വെരി ഇഫക്റ്റീവ് മീഡിയം ഓഫ് നോളജ് ഡിസമിനേഷൻ. നമ്മൾക്കൊക്കെ ഫെയിലിയർ ഉണ്ടായത് ഈ സോഷ്യൽ മീഡിയനെ എങ്ങനെ ഇഫക്റ്റീവായിട്ട് ഗുണകരമായി കുട്ടികളെ ഉപയോഗിക്കാമെന്ന് അവരെ പഠിപ്പിച്ചില്ല. അതെ, നമ്മളൊക്കെ ഫേസ്ബുക്ക് വന്നപ്പോഴേക്കും ഇൻസ്റ്റഗ്രാം വന്നപ്പോഴേക്കും എന്തോ തെറ്റ് സംഭവിക്കണോ അല്ലേ പഠിപ്പിച്ചത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞുതരാം, ഫേസ്ബുക്കിലൊരു കമൻ്റ് ഇടുമ്പോൾ ചീത്ത വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. ആ ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്നവരെ കർശനമായി ശിക്ഷിക്കും. ഉണ്ടോ? നമ്മുടെ ചർച്ചയിൽ പൊളിറ്റീഷ്യൻസ് വന്നിരുന്ന് എന്ത് തെറിയ വിളിച്ചു പറയുന്നത്. എൻ്റെ അഭിപ്രായം ഇപ്പോഴും കുട്ടികളെ വഴക്ക് പറയുന്നതിന് മുമ്പ് ലെറ്റസ് കറക്റ്റ് അവസരം. അല്ല, ഈവൻ ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ന്യൂസുകൾ വരുന്നുണ്ട്, ഇപ്പോൾ പല ന്യൂസുകളും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ന്യൂസിനെ പറ്റി കാണിക്കുന്നത് അല്ലെങ്കിൽ ലഹരി പിടിച്ചു, പക്ഷേ അവർക്ക് ആ ഒരു 5 സെക്കൻഡിൽ വേണമെങ്കിൽ ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേണമെങ്കിൽ ഒരു പേജ് കാണിക്കാം, അവർക്ക് ഒരു കാര്യങ്ങൾ കാണിക്കാമല്ലോ. പക്ഷേ അതൊരു നല്ലൊരു കാര്യമല്ലേ. അത് സാറ് പറഞ്ഞത് ശരി. അതിന് ഞാൻ ഇതോടെ പറഞ്ഞിട്ട് സാറ് പറയും, ഈ മിറർ ന്യൂറോൺ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യും. അത് ശാസ്ത്രീയമായി കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ഇതുപോലെ ഈ ഡ്രഗ്സ് പിടിക്കുന്നതും അത് ഉപയോഗിക്കുന്നതും എവിടുന്ന് കൊണ്ടുവരുന്നതെന്നും എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും സത്യത്തിൽ പറഞ്ഞാൽ അതിനെ സെൻസർ ചെയ്യണം. അത്തരം ന്യൂസുകൾ കൊടുക്കാതിരിക്കും. എന്നിട്ട് ജീവിതത്തിലുണ്ടാകുന്ന നല്ല നല്ല കാര്യങ്ങളെ കുട്ടികളുടെ മുന്നിലേക്ക് കൊണ്ടുവരിക. അതിൻ്റെ കൂട്ടത്തിലാണ് കൊലകൾ കാണിക്കരുത്, വെട്ടിക്കൊല്ലുന്നത് കാണിക്കരുത്. വാർത്ത പറഞ്ഞാൽ മതി,
എത്ര പേര് കൊല്ലപ്പെട്ടു. That's all. അതല്ല ഇവിടെ നടക്കുന്നത്. എല്ലാവർക്കും പണം ഉണ്ടാക്കണം, അതെ, എനിക്ക് ഉൾപ്പെടെ. അതെ, സോ പണം ഉണ്ടാക്കാൻ ഞാൻ എന്ത് കാണിക്കും? അതെ. പിന്നെ ഒന്നുള്ളത് ഈ ചാനൽ, ഇപ്പം നമ്മളെപ്പോലുള്ള ചാനലുകളിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരുന്നുണ്ടെങ്കിൽ അത് സെൻസർ ചെയ്യുന്ന ഒരു സിസ്റ്റം. യെസ്. അപ്പോൾ കുറച്ചുകൂടെ കുട്ടികൾ മാറ്റങ്ങളുണ്ടാവും. അതാണ് എൻ്റെ അഭിപ്രായം. അതേസമയം തന്നെ ഈ എല്ലാ ചാനലുകളും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമൊക്കെ ഇവിടെ വേണം. അതെ. കാരണം വെരി ഇഫക്റ്റീവ് മീഡിയയാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വെച്ചാൽ നമ്മളെപ്പോഴും ഈ പതോളജൈസിങ് എന്ന് പറയുന്ന ഒരു മെക്കാനിസം ഉണ്ട്. അതായത് എന്തിനേയും പ്രശ്നമായി ചിത്രീകരിക്കുന്ന ഒരു പ്രശ്നം. ഉദാഹരണം വെച്ചാൽ ഇതിനെ ഒരു വളരെ വലിയ പ്രശ്നമായി ചിത്രീകരിക്കുമ്പോൾ അതിനോടുള്ള അതിൻ്റെ ഒരു സെൻസേഷൻ കൂടുകയാണ്. അപ്പം എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള ആൾക്കാർ താല്പര്യം കൂടാനും ഈ പറയുന്ന ഇൻഫർമേഷൻ പാസ് ഓവർ ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതല. അപ്പോൾ ഈ പതോളജൈസ്, ഇപ്പം ഞങ്ങളൊക്കെ കോളേജിലൊക്കെ പറയാറുണ്ട്. അതായത് നമ്മൾ പറയും ഈ നമുക്ക് സ്റ്റിക്കും ക്യാരറ്റ്സും വേണമെന്ന് പറയും. അതായത് സ്റ്റിക്ക് എന്താ വെച്ചാൽ ചിലപ്പം ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുക എന്ന് പറയുന്നത് ഒരു കോളേജ് സംബന്ധിച്ചുള്ള എക്സിസ്റ്റൻസിന് ആവശ്യമാണ്. കാരണം ചിലപ്പോൾ തെറ്റ് ചെയ്യുന്ന കുട്ടികളെ കണ്ടെത്തുകയും അവർക്ക് വേണ്ട പണി, ഇപ്പോൾ ഡിസിപ്ലിനറി ആയിട്ട് എന്തെങ്കിലും മെഷേഴ്സ് ഒക്കെ എടുക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും വേണ്ട കാര്യമാണ്. കാരണം ഒരു ഡ്രഗ് ഉപയോഗിച്ച കുട്ടിയെ കണ്ടുപിടിച്ച് വിചാരിക്കാം. അപ്പോൾ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കേണ്ടി വരും. കാരണം നമുക്ക് മറ്റുള്ളവരിൽ ഇവരിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യണം, ഇത് മറ്റുള്ളവരിലേക്ക് പാസ് ഓവർ ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ വ്യക്തിനെയും കണക്കൂട്ടണമെന്നുണ്ട്. ഈ വ്യക്തിനെ പലപ്പോഴും നമ്മൾ ആ ക്യാരറ്റ്, അതാണ് ഈ ക്യാരറ്റിൻ്റെ കഥ പറഞ്ഞത്. സ്റ്റിക്ക് ആ ഡിസിപ്ലിനറി ആക്ഷൻ്റെ കൂടെ തന്നെ ഒരു മെക്കാനിസം ഉണ്ടാകണം ഈ കുട്ടികളെ അവരെ ഇതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഏർലി യൂസേഴ്സ് എന്നുള്ളൊരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രഗൊക്കെ ആദ്യം ഉപയോഗിക്കും, പിന്നെ അത് എക്സ്പെരിമെൻറ്റേഷൻ ആയിരിക്കും, അത് പിന്നെ അത് വയ്യ അത് ഹാബിറ്റായി മാറും, പിന്നെ അത് അഡിക്ഷനായി മാറും. അഡിക്ഷൻ ആയി കഴിയുമ്പോൾ പിന്നെ അത് ക്രിമിനൽ ആക്ടിവിറ്റീസിലേക്കും പണം ഉണ്ടാക്കാനുള്ള മാർഗ്ഗങ്ങളിലേക്കൊക്കെ പോകും. അപ്പോൾ അവിടെ നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്യാതെ പോകുന്നത് വെച്ചാൽ ഒരിക്കൽ ഡ്രഗ് ഉപയോഗിക്കപ്പെട്ട ഒരാളെ നമ്മൾ അവനെ ലേബൽ ചെയ്ത് കുറ്റവാളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും അവനെ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ഇല്ലാതെ പോകുന്നു. അപ്പോൾ അവിടെ വെച്ച് അവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ നാളെ അവൻ ഇതിലേക്ക് മുമ്പോട്ട് കൂടുതൽ പോകാനുള്ള സാധ്യത കുറയ്ക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ക്രിമിനൽ ഉണ്ടാകുന്നതിനെ ഒരു പക്ഷേ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷെ നമ്മളത് സാധിക്കുന്നില്ല. പലപ്പോഴും നമ്മൾ ആ പ്യൂണിറ്റീവ് മെഷേഴ്സ് നിലനിൽക്കുകയും ആ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ഇല്ലാതെ പോവുകയും ചെയ്യുന്നു. അപ്പോൾ സമൂഹത്തിൽ ഉറപ്പായിട്ട് ഉണ്ടാകേണ്ടത് ആ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ലോട്ട് ഓഫ് എഡ്യൂക്കേഷൻ ഓൾസോ. അതെ, പ്രോപ്പർ എഡ്യൂക്കേഷൻ. അതിനകത്ത് നമ്മളൊരു ഓർക്കേണ്ട ഒരു കാര്യം, ഈ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പാസിങ് ഓൺ ദി നോളജ്. പക്ഷെ നോളജ് മാത്രം പാസ് ചെയ്താൽ പോരാ, ആ നോളജ് കൊടുക്കുന്ന ആൾ മോഡൽ ആയിരിക്കണം. ഓക്കെ. രണ്ട്, ആ നോളജ് കൊടുക്കുമ്പോൾ അത് അവരുടെ ഇമോഷണൽ ലെവലിലും ഇൻ്റലക്ച്വൽ ലെവലിലും ഒക്കെ ടച്ച് ചെയ്യുന്ന തരത്തിലായിരിക്കണം. അപ്പോൾ ഈ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുമ്പോൾ കുട്ടികളോട് ചെന്നിട്ട് മദ്യം കഴിക്കരുത്, കഞ്ചാവ് ഉപയോഗിക്കരുത്, നിങ്ങൾ സ്വർഗത്തിൽ പോകില്ല. I don't believe in heaven. Yeah. I don't believe. That is how a kid would also react to that, right? Yes. He will, I don't believe in it, so I don't have to be scared of it. ഇനി അഥവാ ഹെവൻ ഉണ്ടെങ്കിൽ ഞാൻ പോകുന്നില്ല. I don't want to go to heaven. ഇപ്പോൾ ക്രിസ്ത്യാനി എന്ന നിലയിൽ ഹെവനിലല്ലല്ലോ പോണ്ടേ. ക്രിസ്ത്യാനി എന്ന നിലയിൽ നരകത്തിലാണ് പോകേണ്ടത്. എന്താ കാരണം? കഷ്ടത അനുഭവിക്കുന്നവരോടൊപ്പം നിൽക്കാനാണ്. സ്വർഗത്തിൽ കഷ്ടതയില്ലല്ലോ. ഇത് ഞാൻ പറഞ്ഞ എന്തിനാണെന്നറിയാമോ? ഇവിടെ ഇത്തരം ആർഗ്യുമെൻറ്റേഷനാണ് കുട്ടികൾ തരിക. അതുകൊണ്ട് കുട്ടികളുടെ അടുത്ത് പോയി ഞാൻ പറയാറുള്ളത് എന്താണെന്നറിയാമോ? നിങ്ങൾ ലഹരി ഉപയോഗിക്കുകയോ ഇല്ലയോ അതല്ല ഇവിടെ ചോദ്യം. 21 വയസ്സിന് മുമ്പ് ലഹരി ഉപയോഗിച്ചാൽ നിങ്ങളുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് വളർച്ച പൂർത്തിയായിട്ടില്ല. ഈ ഭാഗമാണ് ഡിസിഷൻ മേക്കിങ്ങിനും ജഡ്ജ്മെൻറ്റിനും വിസ്ഡവും തരുന്നത്. ഇപ്പോൾ ഒരു മനുഷ്യനൊരു തീരുമാനമെടുക്കാൻ സഹായിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം 21-നും 25-നും ഇടയ്ക്കാണ് ഡെവലപ്ഡ് ആകുന്നത്, മച്ചുവർ ആകുന്നത്. അപ്പോൾ അതിനു മുമ്പ് അയാൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാൻ സാധ്യതയുണ്ട്. ദെയർഫോർ ഹി നീഡ്സ് ആൻ അഡ്വൈസർ. ആ അഡ്വൈസറാണ് പേരൻസും ടീച്ചേഴ്സും. ഇനി 21 കഴിഞ്ഞ നമ്മുടെ പ്രധാനമന്ത്രിക്ക് പോലും എത്രയോ അഡ്വൈസേഴ്സ് ഉണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളായ നിങ്ങൾക്ക് അഡ്വൈസർ ആകുന്നതിൽ എന്താ തെറ്റ്? ഒന്നത്. രണ്ടാമത്തത്, നിങ്ങൾ ഈ 21 വയസ്സ് വരെ എങ്കിലും ഈ പറയുന്ന ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കൂ. 21 കഴിഞ്ഞിട്ട് നിങ്ങൾ ആലോചിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കൂ എന്നാണ് ഞാൻ കുട്ടികളോട് പറയാറ്. അത് പറഞ്ഞപ്പോൾ ഒരു സാമൂഹ്യ പ്രവർത്തക, അതായത് പ്രൊഫഷണൽ സോഷ്യൽ വർക്കറല്ല. ഈ സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോൾ 2 വിഭാഗമുണ്ട്. ഒന്ന് ട്രെയിൻഡ് ആൻഡ് എഡ്യൂക്കേറ്റഡ് സോഷ്യൽ വർക്കേഴ്സ്, അവരെയാണ് പറയുക പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ്. ഞങ്ങൾ 2 പേരും അതിൻ്റെ ആൾക്കാർ. അല്ലാതെ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്, എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്ത് പിരിച്ചൊക്കെ കാശ് കൊടുക്കുന്നവർ. അവരും മോശക്കാരല്ല,
പക്ഷേ അവർ ദേ ആർ നോട്ട് ട്രെയിൻഡ്. ട്രെയിൻഡ്. അങ്ങനെയുള്ള ഒരാളെ എന്താ എന്നോട് പറഞ്ഞതറിയുമോ, സാർ ഇനിയും ക്ലാസ് എടുക്കാൻ ഒരു സ്കൂളിലും പോകരുത് കേട്ടോ, കുട്ടികൾ വഴി തെറ്റിപ്പോകും. നൗ ടെൽ മീ, ഏതാ ശരി? So the person who's supposed to guide us is wrong herself or himself. ഞാൻ 21 വയസ്സ് വരെയെങ്കിലും നിങ്ങൾ ലഹരി ഉപയോഗിക്കരുതെന്ന് കുട്ടികളോട് പറയണം. എൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഏർലി യൂസേഴ്സ് ആർ ഇൻ എ വെരി ഡേഞ്ചർ സിറ്റുവേഷൻ. In a later part of life, they may develop addiction and dependence. Plus, those people who have genetic vulnerability, പാരമ്പര്യമായ അമ്മയുടെ സൈഡിൽ നിന്നോ അച്ഛൻ്റെ സൈഡിൽ നിന്നോ മാനസിക രോഗമോ ലഹരി ആസക്തിയോ മറ്റ് പാരമ്പര്യമായി പകരുന്ന രോഗങ്ങളോ ഉള്ളവരാണ് ഈ 21 മുമ്പ് വളരെ ചെറുപ്പത്തിൽ ലഹരി ഉപയോഗിച്ചാൽ. അതിനുശേഷം അങ്ങനെയാണ്. പക്ഷേ 21 ഈസ് എ ബിഫോർ 21 ഈസ് എ വൾണറബിൾ ടൈം. കാരണം യുവർ ബ്രെയിൻ ഹാസ് നോട്ട് ഡെവലപ്ഡ്. അങ്ങനെയുള്ളവർ അത് ചെയ്യുമ്പോൾ ബ്രെയിൻ കേടാവും. പക്ഷെ ബ്രെയിൻ ഒരു വേറൊരു ഗുണമുണ്ട്, ന്യൂറോപ്ലാസ്റ്റിസിറ്റി. അത് കേടായാലും ശരിയാവും. പക്ഷേ ഇങ്ങനെ വൾണറബിലിറ്റി ഉള്ള കുട്ടികളുടെ ബ്രെയിൻ ചിലപ്പോൾ ശരിയായിന്ന് വരില്ല. സോ വാട്ട് ഈസ് ദി എൻഡ്? ദേ മേ എൻഡ് അപ്പ് ഇൻ സൈക്കാട്രിക് ഡിസോർഡേഴ്സ്. മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും. ചിലപ്പോൾ വളരെ മാരകമായ മാനസിക രോഗമായ സ്കിസോഫ്രീനിയ പോലെയുള്ള, അതായത് ജീവിതത്തിൽ ഒരിക്കലും മാറാൻ സാധ്യതയില്ലാത്ത രോഗങ്ങളിലൊന്നാണത്. അത്തരം രോഗങ്ങൾക്ക് അവരടിപ്പെട്ടു പോകും. സാറേ, എനിക്ക് വേറൊരു ചോദ്യം കൂടെ ഉള്ളത്. നമ്മളിപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു, ഇപ്പോൾ ട്രെയിനിങ് സെഷൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സാറൊക്കെ തന്നെയാണെങ്കിലും ഇയർലി കുറേ ട്രെയിനിങ് സെഷൻസ് കൊടുക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. എത്ര 150 എന്നല്ല, 150 ഒരു ഇയർലി 150 എന്നൊക്കെ പറയണത് ഭയങ്കര വലുതാണ്. അല്ല, ഞാൻ പറയണത് ഇത് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ഞാനിപ്പോൾ നമ്മളും ആ സ്കൂൾ ടൈമിലാണെങ്കിൽ പോലും ഈവൻ ഇതിനു വേണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡ്രഗ്സിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും പാഠപുസ്തകത്തിലൊന്നും പറയുന്നില്ല, അല്ലെങ്കിൽ ഇതൊന്നും യൂസ് ചെയ്യരുത്. ഇത് ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങണ്ടല്ലേ? ശരിക്കും അതല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഒരു കോളേജിലാണെങ്കിൽ പോലും സ്കൂളിലാണെങ്കിൽ പോലും ഈവൻ ചെറിയ പ്രായത്തിൽ തന്നെ ആണെങ്കിൽ ഇത് യൂസ് ചെയ്യരുത്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ പിള്ളേർക്ക് എന്ന് പറയുന്നത് പുസ്തകമാണ് ഏറ്റവും വലുത്. ഒന്ന് സ്കൂൾ പിള്ളേരായിരിക്കുമ്പോൾ നമ്മൾ അതിൽ പറയുന്ന കാര്യങ്ങളാണ് സത്യം എന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ അതിലല്ലേ നമ്മൾ ആദ്യമേ പറയണ്ടേ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കേട്ടോ. എനിക്കത് വളരെ നല്ലതായിട്ട് തോന്നി. കാരണം വേറൊന്നുമല്ല, പലപ്പോഴും നമ്മൾ ഇത്തരം പരിപാടികളെ സെപ്പറേറ്റ് ഒരു പ്രോഗ്രാമാക്കി മാറ്റുന്നു. ഡ്രഗ് പ്രിവെൻഷൻ വേണ്ടി ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ചൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകാനും ഈ പറഞ്ഞ നേരത്തെ പോലെ കൂടുതൽ അറിവ് ഉണ്ടാക്കിയെടുക്കാനൊക്കെ സാധിക്കുന്നതുകൊണ്ട് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എങ്ങനെ റെസ്പോൺസിബിളായിട്ട് ജീവിക്കണം, എങ്ങനെ മറ്റുള്ള ഡിസിഷൻ എടുക്കണം, എങ്ങനെ നല്ല രീതിയിൽ ഏതാണ് ഹൗ ടു ചൂസ് റൈറ്റ് ആൻഡ് റോങ് കറക്റ്റ്ലി. ഇപ്പോൾ ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്ന ഒരു വലിയ മേഖലയുണ്ട്. ഒരുപക്ഷെ നമ്മൾ തോന്നുന്നു ചെറുപ്രായം മുതലേ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഒരു റൈറ്റ് ഡിസിഷൻ. അപ്പോൾ എന്നെ ഒരു പിയർ ഗ്രൂപ്പ് മെമ്പർ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചെയ്യണോ വേണ്ടയോ ഞാൻ തീരുമാനിക്കണമെങ്കിൽ എനിക്ക് നല്ല തീരുമാനം എടുക്കാനുള്ള പ്രാപ്തി ഉണ്ടാകണം. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ ബിഹേവിയറിൻ്റെ ഭാഗമായിട്ട് റൈറ്റായിട്ട് ബിഹേവ് ചെയ്യാനും പെരുമാറാനുള്ള ഒരു ബിഹേവിയറിൻ്റെ ഭാഗമായി മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് കുറേ അധികം ആളുകളെങ്കിലും, പക്ഷേ എല്ലാവരും മാറുന്നില്ല, പക്ഷേ കുറേ ആളുകൾക്ക് മാറാൻ സാധിക്കുമായിരിക്കും. പ്രിവെൻഷൻ്റെ ഒരു കാര്യം അതാണ് ഞങ്ങളെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. ഈ ഏർലി ഇൻ്റർവെൻഷൻ എപ്പോഴും ഒരിക്കലും ഇത് ഡ്രഗിനെ കുറിച്ചല്ല, ഡ്രഗ് മാത്രം ഫോക്കസ് ചെയ്തല്ല. നല്ല കുടുംബജീവിതം, ഇപ്പോൾ നല്ല ഫാമിലി എൻവയോൺമെൻറ്റ് ഉണ്ടാവുക, ഇപ്പോൾ പേരൻറ്റിങ് നന്നാവുക, അതുപോലെ കുട്ടികൾക്ക് ലൈഫ് സ്കിൽസ് ഉണ്ടാവുക. അപ്പോൾ ഇതൊന്നും ഡിസിഷൻ എടുക്കാൻ കുട്ടിയെ പ്രേരിപ്പിക്കുന്നു. അത് നോക്കി കണ്ട് വളർത്തിക്കൊണ്ടുവരാൻ പേരൻസിന് അറിയാൻ സാധിക്കുന്നു. ഇത് രണ്ടും നമുക്കിപ്പോൾ ഫെയിലുവറാണ്. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന അറിയാം, പേരൻറ്റിങ്ങിൽ വലിയ അപാകതകൾ ഉണ്ടാകുന്നു. അത് നമ്മുടെ ലൈഫിൻ്റെ ചേഞ്ചുകളുണ്ടാകാം, ഈ പൊരുത്തക്കേടുകൾ കൊണ്ടാകാം. ഇതൊക്കെ നമ്മൾ ലീഡിങ് ടു ദീസ് ടൈപ്പ് ഓഫ് ഇഷ്യൂസ് ഇതിലേക്ക് കടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ ഡ്രഗ് പ്രിവെൻഷൻ ഒരിക്കലും ഡ്രഗ് പ്രിവെൻഷനിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു ഇൻ്റർവെൻഷൻ അല്ല. ഇത് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ ഹാസ് ടു സ്റ്റാർട്ട് ഏർലി, ഇറ്റ് ഹാസ് സ്റ്റാർട്ട് ഫ്രം സ്കൂൾസ്, ഇറ്റ് ഹാസ് സ്റ്റാർട്ട് ഫ്രം ഫാമിലീസ്. എങ്കിൽ മാത്രമേ നമുക്ക് ചേഞ്ച് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അല്ല, ഞാൻ ചോദിക്കുക വേറെ കാര്യമൊന്നുമല്ല. നമ്മളിപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതാണ്, അതിൽ വേണം സ്കൂളിൽ. അതുപോലെ തന്നെ ഇതും ഒരു പാർട്ടല്ലേ? ഇതും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കേസുകളും ഒരു സാർ നോർമലൈസ് ചെയ്യുക പറഞ്ഞില്ലേ, ഇതും നമ്മൾ നോർമലൈസ് ചെയ്യണം. അതായത് ട്രെയിനിങ് പ്രോഗ്രാം പോലും സ്പെഷ്യൽ പ്രോഗ്രാം അല്ല, സംഭവമാക്കി നമ്മളെ അതിന് പ്രൊജക്റ്റ് ചെയ്യുമ്പോഴാണല്ലോ ഇതിനെ കുറിച്ച് കൂടുതൽ എന്നാ അറിയണല്ലോ തോന്നുന്നുണ്ടാകണേ. അപ്പോൾ അതില്ലാതെ സാധാരണ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള സാധനമൊക്കെ ഉണ്ട്. These things are there. Because we can't avoid it. അല്ലേ? It's there in the society. We can't avoid it irrespective of it. അതന്നെ സാറ് പറഞ്ഞ പോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫാമിലീസിൻ്റെ ആണെങ്കിലും
അവിടെ നിന്ന് തന്നെ ആണെങ്കിൽ ഇവർ ചിലപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഫാമിലീസിൻ്റെ കേസ് അറിയാമല്ലോ, ലൈഫ് സ്റ്റൈലും കാര്യങ്ങളാണെങ്കിലും രണ്ടുപേരും വർക്കിംഗ് ആയിരിക്കും. ചിലപ്പോൾ ഹസ്ബൻഡും വൈഫും വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ ഇവർ രണ്ടുപേരും വർക്ക് ചെയ്യുമ്പോൾ പിള്ളേർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്ന് പറയുന്നത് ഒറ്റപ്പെട്ടായിരിക്കും അവർ നിൽക്കുന്നത്, അവർ വീട്ടിൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ ഇവർക്ക് ആകെയുള്ളതെന്ന് വെച്ചാൽ ഫ്രണ്ട്സാണ്. അതെ, ഫ്രണ്ട്സാണ്, ഫ്രണ്ട് സർക്കിളാണ്. ചിലപ്പോൾ ഈ സർക്കിളിൽ നിന്നായിരിക്കും ചിലപ്പോൾ ഒരു തരി മതിയെന്ന് പറയണ പോലെ തന്നെ ഒരാളായിരിക്കും ചിലപ്പോൾ ആദ്യമായിട്ടൊന്ന് ലീഡ് ചെയ്യണത്. അപ്പോൾ ഇതും ഒരു ഇഷ്യൂലോട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻറ്റിങ്ങിൻ്റെ ഒരു ഇഷ്യൂ സാറ് പറഞ്ഞപ്പോഴാണ് അതും ഒരു ഇഷ്യൂ അല്ലേ എന്നുള്ളത്. ഇതിനകത്ത് ഒരു സാർ പറഞ്ഞു, ഞാനേ ഇത് പറഞ്ഞപ്പെട്ടത് മതി. ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ പറയില്ല, നമ്മൾ എവിടെയാണെങ്കിലും. അതായത് ഉദാഹരണം പറഞ്ഞാൽ കുടുംബത്തിലെ കമ്മ്യൂണിക്കേഷൻ, ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ കുട്ടികളും പേരൻസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, കുട്ടികളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. ഈ ചാനൽ വളരെ ഓപ്പൺ ആണെങ്കിൽ ഇത്ര ഇഷ്യൂസ് പലപ്പോഴും നേരത്തെ തന്നെ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്, കണ്ടുപിടിക്കാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് അത്ര ഓപ്പൺ അല്ല. ഇതേപോലെ തന്നെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു അധ്യാപകനും അധ്യാപികയും കുട്ടികളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, കുട്ടികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അത് ഒരു പോസിറ്റീവ് ലെവലിലാണെങ്കിൽ പലപ്പോഴും ഇത്ര ഇഷ്യൂസ് നമുക്ക് വളരെ നേരത്തെ കണ്ടുപിടിക്കാനും ഡീൽ ചെയ്യാനും കഴിയും. പക്ഷേ ഈ ചാനൽസ് ഒരിക്കലും ഓപ്പൺ അല്ല. കാരണം നേരത്തെ സാർ പറഞ്ഞ വിഷയമാണ്, ഇതിനെ എന്തോ സംഭവമാകും, പ്രശ്നമാണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യില്ല, ഇപ്പോൾ കുടുംബത്തൊന്നും പറയില്ല, കാരണം ഇത് പ്രശ്നമാണെന്നുള്ള എൻ്റെ മനസ്സിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതിനെ ഒരു സാധാരണ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നത്. സാറ് പറഞ്ഞ പോയിന്റിനോട് ചേർത്ത് തന്നെ പറയാം, ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പേരൻറ്റിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. യെസ്, നമ്മുടെ പേരൻറ്റിങ് ഔട്ട്ഡേറ്റഡ് ആണ്. വെരി മച്ച്. യെസ്. ഇപ്പം ജപ്പാനിലും ഒക്കെ എന്താ ചെയ്യുക, കുട്ടികൾ ജനിച്ചാൽ തന്നെ അവർ ഓരോ കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായി പഠിപ്പിക്കുകയാണ്. ഏറ്റവും സിസ്റ്റമാറ്റിക്കായിട്ട് പഠിപ്പിക്കുന്നത് എങ്ങനെ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യണമെന്നാണ്, അല്ലേ? അതെ അതെ. നമ്മളത് പഠിപ്പിക്കുന്നില്ല. 2, ഇവിടെ ചൈൽഡ് ലേബർ എന്ന് പറഞ്ഞ് ഒരു കാര്യമുണ്ട്, അത് നല്ലതാണ്, പക്ഷെ അത് ഇച്ചിരി അധികമാണ്. അതായത് കുട്ടികൾ വീട്ടിലെ പണി ചെയ്യണതും ചൈൽഡ് ലേബറായിട്ടാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. അതെങ്ങനെ അങ്ങനെയാവണേ? കുട്ടികളെ അവരുടെ ഇന്നർ വെയറെങ്കിലും കഴുകാൻ പഠിപ്പിക്കണം, ഊണ് കഴിഞ്ഞ് അവരുടെ പാത്രങ്ങൾ ചെയ്യാൻ പഠിപ്പിക്കണം. ഇപ്പം നമ്മുടെ കേരളത്തിൽ ബോത്ത് സ്പൗസസ് വർക്കിംഗ് ആണ്, പക്ഷേ എന്നോട് ചോദിച്ച സ്ത്രീകളാണ് മൾട്ടി ടാസ്കിങ്. പുരുഷന്മാർ അവരുടെ പണിക്ക് മാത്രമേ പോകണുള്ളൂ. അടുക്കളയിൽ സഹായിക്കുന്ന എത്ര പുരുഷന്മാരുണ്ട്? എത്ര മക്കൾ അമ്മേനെ സഹായിക്കണവരുണ്ട്? അപ്പോൾ ആ സിസ്റ്റം ആ കുട്ടിക്കാലത്തെ മുതലേ ആ വീട്ടിൽ വളർത്തിക്കൊണ്ട് വന്നാൽ നോ ഡൗട്ട് ദർ വിൽ ബി ചേഞ്ച്. പക്ഷേ അതുകൊണ്ട് മാത്രം ഇവിടുത്തെ ഈ ഡ്രഗ് പ്രോബ്ലം മാറുമെന്ന് ആരും വിശ്വസിക്കേണ്ട. ദിസ് വിൽ ബി ദെയർ, ദിസ് ഈസ് പാർട്ട് ഓഫ് ദ സോഷ്യൽ ചേഞ്ച് ആൻഡ് വിൽ ഹാവ് ടു ഫേസ് ഇറ്റ്. രണ്ടാമതൊരു പോയിന്റ് എനിക്ക് പറഞ്ഞെന്താ, നമ്മുടെ ബോധവൽക്കരണ രീതികൾ സാറും പറഞ്ഞു, നമ്മുടെ രീതി വളരെ മോശമാണ്. ഞാൻ പല സ്കൂളുകളിൽ 150 ക്ലാസ്സൊക്കെ എടുക്കാൻ പോകുന്നുണ്ടെന്ന് പറയുന്നില്ലേ, ചില സ്കൂളിൽ ഞാൻ ചെല്ലുമ്പോൾ അത് സ്പോൺസേഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള ആയിരിക്കും. എനിക്ക് തരുന്നത് ഒരു 1000 രൂപയായിരിക്കും, പക്ഷെ അത് നടത്താൻ അവർ ചിലവാക്കുന്നത് 10,000 രൂപയായിരിക്കും. അപ്പോൾ റിസോഴ്സ് പേഴ്സൺ 1000 രൂപ തരുവുള്ളൂ, പോട്ടെ. പ്രശ്നം അതല്ല. അവിടെ ഒരു ഉദ്ഘാടകൻ കാണും, അവിടെ ഒരു കീനോട്ട് അഡ്രസ് പേഴ്സൺ കാണും, ഒരു 10 സ്വാഗത പ്രാസംഗികർ കാണും. 10 മണിക്ക് തുടങ്ങണ പ്രോഗ്രാം 12 മണിക്ക് തീരണം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും നടക്കുന്ന ബോധവൽക്കരണ പരിപാടികളിൽ സത്യത്തിൽ മദ്യത്തെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. ട്രെയിൻഡ് ആയിട്ടുള്ള ആൾ. ഞാൻ എത്രയോ വേദികളിൽ പോയിട്ട് സംസാരിക്കാൻ സമയം കിട്ടാതെ ഇനി മേലിൽ എന്നെ വിളിച്ചേക്കരുതെന്നും പറഞ്ഞ് പോകുന്നുണ്ടെന്നറിയാം. വൈറ്റിലയിലുള്ള ഒരു പ്രശസ്തമായ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അവിടെ പോകാൻ സാധാരണ ആൾക്കാർക്ക് കൊതിയാണ്. പക്ഷെ അവിടെ പോയി അന്ന് ഞാൻ പറഞ്ഞതെന്നറിയാമോ, യു ഷുഡ് നെവർ കോൾ മീ, ഐ ആം നോട്ട് കമ്മിങ് ഹിയർ ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു കം ആൻഡ് ഗിവ് യു എ ലെക്ചർ. ബിക്കോസ് 2 മണിക്കൂർ പ്രോഗ്രാമിൽ എനിക്ക് അവർ തന്നത് 15 മിനിറ്റാണ്. അങ്ങനെയല്ല വേണ്ടേ. ബോധവൽക്കരണ ക്ലാസ്സുകൾ ക്ലാസ് റൂം ബേസ്ഡ് ആയിരിക്കണം. പണ്ട് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ എയ്ഡ്സ് വന്നപ്പോൾ അങ്ങനെയാണ് ചെയ്തത്. 50 പേരുള്ളൊരു ഗ്രൂപ്പിൽ പോയിട്ട് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഒരു ടോക്ക്, ഡിസ്കഷൻ, ആക്ടിവിറ്റി, അതിൻ്റെ കൂടെ തമാശ, വീഡിയോ എല്ലാം കൂടി ആകുമ്പോൾ കുട്ടികൾക്കത് മനസ്സിലാവും. അപ്പോൾ അത് യു ആർ ഇമ്പാർട്ടിങ് നോളജ്, യു ആർ ഗിവിങ് നോളജ്. നോളജിനോടൊപ്പം തന്നെ ആറ്റിറ്റ്യൂഡും വാല്യൂസൊക്കെ പകർന്നു കൊടുത്താൽ സംതിങ് വെരി ഇഫക്റ്റീവ്. അത് നടക്കണില്ല ഇവിടെ. അപ്പോൾ പിന്നെ എന്താ ഇവിടെ നടക്കണേ? ഒന്നേ ഉള്ളൂ, ലഹരി വിരുദ്ധ ക്യാമ്പ് നടത്തി, ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തി. ഞങ്ങൾ 450 പേർ പങ്കെടുത്തു. നമ്മുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ലഹരി വിമുക്ത പ്രോഗ്രാമുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ
കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ പറഞ്ഞത് ഞങ്ങൾ 3000 ആളുകളെ ചികിത്സിച്ചു, 3000 ആളുകളും ഓക്കെ ആയിരുന്നു. ലെറ്റ് മീ ടെൽ യു, അക്കോർഡിംഗ് ടു യുണൈറ്റഡ് നേഷൻ ആൻഡ് WHO, 10 പേരെ മദ്യത്തിന് അടിപ്പെട്ടവരെ ചികിത്സിച്ച 6 പേരെ അതിലേക്ക് തിരിച്ചു പോകാതിരിക്കുകയുള്ളൂ, ബാക്കിയൊക്കെ തിരിച്ചു പോകുന്നുണ്ട്. ദാറ്റ്സ് ദ റിസർച്ച് എവിഡൻസ്. ഡ്രഗ് അഡിക്ഷനിൽ 20% സൊബറൈറ്റി ഉള്ളൂ, അതായത് വീണ്ടും കുടിക്കുക, ലഹരി ഉപയോഗിക്കാതെ. എന്നിട്ട് ഇവർ പറയുന്നു ഇവരുടെ അടുത്ത് വന്ന എല്ലാവരെയും ഇവർ ഭേദമാക്കിയെന്ന്. ദർ ഈസ് നോ ടേം ഫോർ റിക്കവേർഡ്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെട്ട റിക്കവേർഡ് ആകില്ല, ഭേദമാകില്ലെന്ന്. ഇപ്പോൾ സാറ് ഡി അഡിക്ഷൻ സെൻറ്ററിൽ ആൾക്കാർ വരുമല്ലോ, വരുന്ന സാഹചര്യത്തിലാണെങ്കിലും ഇവർ യൂസ് ചെയ്യണം. ഇപ്പോൾ പണ്ട് എന്നൊക്കെ പറയണത് മദ്യമായിരുന്നു, ഇന്നിപ്പോൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന ആൾ, അല്ലെങ്കിൽ അയാൾ സാർ പറഞ്ഞല്ലേ റിക്കവറി ഫുള്ള് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ അയാളുടെ സാഹചര്യം, ജീവിത സാഹചര്യങ്ങൾ, റിക്കവറി കഴിഞ്ഞ് നമ്മൾ നാട്ടിലോട്ട് ചെല്ലണേ അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് ചെല്ലണേ, അപ്പോൾ അവരെ സമൂഹം കാണുന്നൊരു ഇതുണ്ടല്ലോ, സ്റ്റിഗ്മ. ആ ഈ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞാലേ, ഈ ട്രീറ്റ്മെൻറ്റ് രോഗിക്ക് മാത്രം കൊടുത്താൽ പോരാ. അതെന്താ കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ താങ്കൾ എൻ്റെ മകളാണ്, ഞാൻ മദ്യത്തിന് അടിപ്പെട്ടയാളാണ്. ഓവർ ദി ഇയേഴ്സ് യു ഓൾസോ ഡെവലപ്പ് സം ട്രേറ്റ്സ്. എക്സാമ്പിൾ, ഞാൻ മദ്യപിച്ച് കഴിഞ്ഞാൽ ഡിസിപ്ലിൻഡ് അല്ല, ഇമോഷണലി വീക്കാണ്, ഐ യൂസ് അബ്യൂസീവ് ലാംഗ്വേജസ്. ലിവിങ് വിത്ത് മീ, എന്നോടൊപ്പം ജീവിച്ച് യു ഓൾസോ പിക്കപ്പ് ഓൾ ദീസ് ട്രേറ്റ്സ്. അതിനെ പറയുന്ന കോ ഡിപ്പെൻഡൻസി എന്നാണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ആർക്കാണ് കൊടുക്കേണ്ടത്? എനിക്ക് മാത്രം തന്നാൽ മതിയോ? എന്നെ ഏതെങ്കിലും ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി ചുമ്മാ അവിടെ കിടത്തി ചികിത്സിച്ചാൽ പോരാ. യു ഓൾസോ ഷുഡ് കം ആൻഡ് ജോയിൻ. അതാണ് കോലഞ്ചേരി മെഡിക്കൽ കോളേജ് കൊടുക്കുന്നത്. ദ ഓൺലി ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ വിച്ച് പ്രൊവൈഡ്സ് കോംപ്രിഹെൻസീവ് ട്രീറ്റ്മെൻറ്റ് ഫോർ ദ ഫാമിലി. ഞങ്ങളതിനെ വിളിക്കുന്ന ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ എന്നല്ല, സ്കൂൾ ഓഫ് ഡി അഡിക്ഷൻ. ഇതെൻ്റെ ആശയമല്ല, ലൈബ്രറിയിൽ പോയപ്പോൾ ഞാൻ കണ്ട ആശയമാണ്. ലൈബ്രറിയിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നു സ്കൂൾ ഓഫ് അഡിക്ഷൻ. അപ്പോൾ എല്ലാ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററുകളെയും നമുക്ക് വിദ്യാലയങ്ങൾ, ലഹരി മോചന വിദ്യാലയങ്ങൾ എന്ന് വിളിക്കാം. അപ്പോൾ ആ വിദ്യാലയത്തിൽ കുടുംബത്തിന് ചികിത്സ കൊടുക്കണം. എന്തിനാണെന്നറിയാമോ? ഞാൻ കുടി നിർത്തുന്നതോടൊപ്പം തന്നെ, അല്ലെങ്കിൽ ലഹരി ഉപയോഗം നിർത്തുന്നതോടൊപ്പം തന്നെ, എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും അയാളുടെ സ്വഭാവം മാറ്റണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ? ഈ ചികിത്സ കഴിഞ്ഞ് ഞാൻ പോയിട്ട് ഞാൻ 1 വർഷം കുടിക്കാതിരിക്കും, ഓക്കെ, പക്ഷെ 1 മാസം കഴിഞ്ഞപ്പോൾ ഇയാൾ ആ പഴയ സ്വഭാവത്തിലേക്ക് തിരിച്ചുപോയി. ഏത്? എന്നെ ചീത്ത വിളിക്കുന്നു, എന്നോട് മോശമായി പെരുമാറുന്നു, ഒബീഡിയൻസ് ഇല്ല, ഇമോഷണൽ മെച്യൂരിറ്റി ഇല്ലാതെ. അതിനെ ഞാൻ പറയും റിലാപ്സ് ഓഫ് ദ കോ ഡിപ്പെൻഡൻസ്. അതായത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെട്ട ആൾ മാത്രമല്ല, പുനഃപതനം. റിലാപ്സിനെ പറയുന്ന വാക്കാണ് പുനഃപതനം, വീണ്ടും തിരിച്ചു പോകുന്നത്. അയാളുടെ കുടുംബത്തിലെ മറ്റ് ആളുകളും അവരുടെ പഴയ സ്വഭാവം, ഏതാ ഈ പഴയ സ്വഭാവം? അയാൾ ലഹരി ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർ ഡെവലപ്പ് ചെയ്തെടുത്ത ചില സ്വഭാവ വൈകല്യങ്ങളിലേക്ക് തിരിച്ചു പോകും. ബട്ട് ട്രീറ്റ്മെൻറ്റ് ഷുഡ് ഓൾസോ ഫോർ ബി ദെയർ. ഫാമിലിയാണ്, പക്ഷെ എന്നാലും നമ്മുടെ ഇതും കൂടിയല്ലേ, സമൂഹം കൂടിയല്ലേ. അല്ല, അത് ഞാൻ പറഞ്ഞ സമൂഹത്തെ ചികിത്സിക്കുന്നതിനാണ് നമ്മൾ പറയുന്ന ബോധവൽക്കരണ ക്ലാസ്സുകൾ. അവിടെ ഞാൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ അല്പം ഹ്യൂമറസ് ഉപയോഗിക്കുന്നയാളാണ്. ഈ മദ്യത്തിന് അടിപ്പെട്ട ഒരാൾ ചികിത്സ കഴിഞ്ഞ് വരുമ്പോൾ അയാൾക്ക് ചിലപ്പോൾ മദ്യപാനത്തോടൊപ്പം തന്നെ മയക്കുമരുന്ന് ഉപയോഗത്തോടൊപ്പം തന്നെ വിഷാദ രോഗം ഉണ്ടാകാം, മൂഡ് ഡിസോർഡർ ഉണ്ടാകും. അപ്പോൾ ഈ വിഷാദ രോഗത്തിനും മൂഡ് ഡിസോർഡറിനും അയാൾക്ക് മരുന്ന് കൊടുക്കും. ആ മരുന്നുകൾ ചില സമയത്ത് വെള്ളം കുടിക്കണതിൻ്റെ കുറവ് കൊണ്ടും മറ്റു കാരണങ്ങൾ കൊണ്ട് അയാളെ ചിലപ്പോൾ ഒന്ന് ഗ്ലൂമിയാക്കും. ചിലപ്പോൾ അയാൾ നടക്കുന്നതിൽ ഒരു സ്റ്റിഫ്നെസ് ഒക്കെ അനുഭവപ്പെടും. ഇത് കാണുന്ന സാധാരണക്കാർ അയാളോട് ചോദിക്കും, നിനക്കെന്താ പറ്റിയേ? നീ ഭയങ്കര ആക്റ്റീവായിരുന്നല്ലോ. കാരണം കുടിക്കുന്ന സമയത്ത് അയാളുടെ തലച്ചോറ് അപ്പാണേ. മാത്രമല്ല അയാളുടെ ഉന്മാദാവസ്ഥയിൽ, ഉന്മാദം എന്ന് പറഞ്ഞൊരു രോഗമുണ്ട്, മാനിയ എന്ന് പറയും. ആ രോഗാവസ്ഥയിൽ അയാൾ അല്പം അപ്പാണ്, അയാൾ ഭയങ്കര ആക്റ്റീവാണ്, കണ്ടവരോടൊക്കെ വർത്താനം പറയും. കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ വന്ന് ചികിത്സ എടുത്തു കഴിഞ്ഞ് രോഗം മനസ്സിലായാലും മരുന്ന് കൊടുത്തപ്പോൾ അയാൾ നോർമലായി. റൈറ്റ്? അയാൾ നോർമലായപ്പോൾ അയൽവക്കക്കാരൻ, പ്രാർത്ഥനാക്കാരൻ വന്നിട്ട്, അയാൾ വലിയ പ്രാർത്ഥനാക്കാരനാണ്, അയാൾ വന്നിട്ട് നിനക്കെന്താ പറ്റി, നീ ഇപ്പോൾ പഴയതുപോലെയൊന്നും പറയുന്നില്ല. അപ്പോൾ അയാളുടെ ഭാര്യ പറഞ്ഞു, ചേട്ടാ ഒരു വലിയ ഭക്തരാണേ, ചേട്ടാ ഇങ്ങനെ കോലഞ്ചേരിയിൽ നിന്ന് മരുന്ന് കഴിക്കുക. അപ്പോൾ അയാളൊരു 10ാം ക്ലാസ് തോറ്റ ആളാണ്. പക്ഷേ അയാൾ ഈ ആലപ്പുഴയിലൊരു സ്ഥലമുണ്ടല്ലോ ധ്യാന കേന്ദ്രം, അവിടെ പോയി
തിരിച്ചു വന്നയാളാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, അത് വല്ല മരുന്നും കഴിക്കുന്നുണ്ടോ? അതുകൊണ്ട് നോക്കട്ടെ. അയാൾ ആ മരുന്ന് മേടിച്ച് നോക്കിയിട്ട് ഇപ്പം നെറ്റിൽ നോക്കണ പണിയാണ്. എന്നിട്ട് അയാൾ പറയും, അയ്യോ ഈ മരുന്നൊന്നും കഴിക്കരുത്, ഭ്രാന്തനായി പോവും. സൊസൈറ്റി അല്പനർത്ഥം അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കുടം പിടിക്കും എന്ന് പറഞ്ഞ സത്യം ഇവിടെ അല്ല. അറിവില്ലാത്ത ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കരുത്. ഇപ്പം ഈ സാറ് MSW കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്, അക്കാഡമീഷ്യനാണ്. ഇദ്ദേഹത്തിൻ്റെ അത്രയും അറിവ് എനിക്ക് അക്കാഡമിയിലില്ല. ഞാനൊരു പ്രാക്ടീഷണറാണ്. ഞാൻ രോഗികളെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളാണ്. ആ വ്യത്യാസം നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ ഒരു ഡോക്ടർ മരുന്ന് കൊടുത്താൽ അത് ശരിയല്ലെന്ന് പറയാൻ ഇത്തരം ആളുകൾക്ക് എന്താ അധികാരമുള്ളത്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സമൂഹത്തിന് ഇത്തരം അറിവുകൾ കൊടുക്കണം. വേറെ എന്നോടെയുണ്ട്, പ്രത്യേകിച്ചും മദ്യപാനത്തിന് അടിപ്പെട്ട ആളുകൾക്ക് ഈ MDMA-കാരും അങ്ങനെ കണ്ടിട്ടുണ്ട്. ഡില്യൂഷൻ ഓഫ് റഫറൻഷ്യൽ ഐഡിയാസ് എന്ന് പറയും. അതായത് മറ്റാളുകൾ എന്നെക്കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ള തോന്നൽ. അതിലൊരു പ്രധാനപ്പെട്ടതാണ്, പ്രത്യേകിച്ചും മദ്യത്തിന് അടിപ്പെട്ടവരിൽ കാണുന്നതാണ് ഡില്യൂഷൻ ഓഫ് ഇൻഫിഡലിറ്റി. അത് ഭാര്യയുടെ ചാരിത്രത്തിൽ സംശയിക്കും. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു മദ്യത്തിന് അടിപ്പെട്ട ഒരാളുണ്ട്. അയാളുടെ പേര് ജോസഫ് എന്നാന്ന് വിചാരിച്ചോ. ജോസഫേട്ടൻ ഭയങ്കരമായിട്ട് കുട്ടിച്ച് ബഹളം ഉണ്ടാക്കി, വീടൊന്നും നോക്കില്ല, ഒന്നും നോക്കില്ല. ജീവിക്കണമല്ലോ, സർവൈവൽ. ആ ചേച്ചി എന്ത് ചെയ്യുന്ന വെച്ചാൽ ചിട്ടി വയ്ക്കും. കേരളത്തിൽ നടക്കണ യഥാർത്ഥ സംഭവം പറയണം. ചിട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ ചിട്ടി അറിയാലോ, മാസം മാസം കാശ് കിട്ടണം. ചില കേമന്മാർ ഇത് വിളിച്ചെടുത്തുകൊണ്ട് പോയി കളയും, പിന്നെ ചിട്ടി കാശ് കൊടുക്കില്ല. അപ്പോൾ പാവം ഈ സ്ത്രീകൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ദേ ഡെവലപ്പ് എ കൈൻഡ് ഓഫ് ടാക്ടിക്സ്. അവർ എന്നിട്ട് അവരൊന്ന് സോപ്പൊക്കെ ഇട്ട് ചേട്ടാ താട്ടെ എന്നൊക്കെ പറയും. ഇത് കാണുമ്പോൾ ഈ നോക്കിക്കണവർ, ജോസഫ് ഭയങ്കര കുടിയനാ, വെറുതെ അല്ല പുള്ളിക്കാരത്തി. ഇങ്ങനെ ഒരു വർത്തമാനം നമ്മുടെ നാട്ടിൻ പുറങ്ങളിലുണ്ട്. ആ ജോസഫ് ഏട്ടൻ ഒരു ദിവസം വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കുകയാണ്. ഭാര്യനെ തല്ലാൻ ചെന്നപ്പോൾ, ഞാനിതൊരു കഥ പോലെ പറയുകയാണ്, എന്നാലും അത് മനസ്സിലാവുള്ളൂ. ഭാര്യനെ തല്ലാൻ ചെന്നപ്പോൾ അപ്പുറത്ത് കുറേ സ്ത്രീകൾ മീറ്റിംഗ് നടത്താണ്. എന്ത് മീറ്റിംഗാണെന്ന് ഞാൻ പറയണില്ല, ഇനി വിവാദമൊന്നും വേണ്ട. ജോസഫ് ഏട്ടൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, നീ കണ്ടവൻ്റെ കൂടെ പോയില്ലേടിയെന്ന്. അപ്പോൾ ഈ സ്ത്രീകളും പുരുഷന്മാരൊക്കെ പാടെ ചെന്ന വേലിക്കാൻ നോക്കി കാണാം എന്താ നടക്കണേന്നറിയാം. ചിലരം കേട്ട് കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് നിന്ന് സ്ത്രീ പറയുകയാണേ, പോരേടി നമുക്ക് പോകാം, തീയില്ലാണ്ട് പുകയുണ്ടാവുമോ പിള്ളേന്ന്. സത്യത്തിൽ ആ സ്ത്രീ കുറ്റക്കാരിയല്ല. ഇയാളുടെ മദ്യാസക്തി അയാളിൽ സംശയത്തിൻ്റെ നിഴലുകൾ ഉണ്ടാക്കി. അതിനെ ആൽക്കഹോളിക് പാരനോയിയ എന്നാണ് പറയുക, ഡെല്യൂഷൻ ഡിസോർഡർ എന്നാണ് സൈക്യാട്രിസ്റ്റ് പറയുക. ഇത് പൊതുസമൂഹം അറിയണം. അതിലൂടെയാണ് നമുക്ക് ഈ സ്റ്റിഗ്മ മാറ്റിയെടുക്കാൻ പറ്റൂ. പക്ഷേ ഇപ്പോഴും ഭാര്യ ഭർത്തൃക്കന്മാരുടെ ഇടയിൽ സംശയം വന്നാൽ പ്രാർത്ഥിക്കാൻ വിടുക, കൊന്ത ചെല്ലിക്കുക, ഇതൊന്നും തെറ്റാന്ന് ഞാൻ പറയണില്ല. അതെല്ലാം സപ്ലിമെൻ്ററിയാണ്, അതൊന്നും മെയിൻ ട്രീറ്റ്മെൻ്റ് അല്ല. ഉദാഹരണം, സംശയരോഗം ഉണ്ടെങ്കിൽ ആ മരുന്ന് കഴിച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, എനിക്ക് ഈ മരുന്ന് ഫലിക്കണേന്ന്. അല്ലാതെ മരുന്ന് കഴിക്കാതെ നമുക്കറിയാമല്ലോ. ഇപ്പോൾ ആലപ്പുഴയിലെ ഒരു സ്ഥാപനത്തിൽ അവർ, ഞാൻ കണ്ടാണ്, നിങ്ങളെപ്പോലെയുള്ളൊരു യൂട്യൂബിൽ കണ്ടതാണ്, അവരുടെ തലച്ചോറ് പോയിട്ട് അവർ ഡോക്ടർമാരത് എടുത്ത് കൈടാതെ വെച്ചു എന്നും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു എന്നൊക്കെ. ഇപ്പം ഞാൻ പോകുന്ന വഴി എന്നോടൊരു ചാനലിൽ ഒരു പയ്യൻ പറഞ്ഞതാണ്, അവൻ കേട്ട കഥയാണ് പറഞ്ഞത്. ഒരാൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നതിനിടയിൽ അയാളുടെ പെട്രോൾ തീർന്നു പോയി. പെട്രോൾ തീർന്നു പോയപ്പോൾ അയാൾ ആ ധ്യാന കേന്ദ്രത്തിൻ്റെ പ്രസിദ്ധീകരിക്കണ പേപ്പർ കീറി അതിനകത്തിട്ടു, കാരണം കാശില്ലാത്തതുകൊണ്ട്. എന്നിട്ട് ഇത് പോയ വഴി ഇത് കേടായി. എന്നിട്ട് മെക്കാനിക്കിൻ്റെ അടുത്ത് കൊണ്ടു ചെന്നപ്പോൾ മെക്കാനിക്ക് നോക്കിയപ്പോൾ കാണുന്നില്ല, ഒരു കാരണവും കാണുന്നില്ല. അവസാനം പെട്രോൾ പമ്പ് ഇതിനകത്ത് കയറ്റിയിട്ട് നോക്കിയപ്പോൾ നിറയെ പേപ്പർ കിടക്കണം. ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ഇങ്ങനെ ദൈവം തന്നാണ് ചേട്ടാ. ഈ അന്ധവിശ്വാസങ്ങൾ ഇല്ലാതെ ആവണം. നമ്മൾ ജീവിക്കുന്നത് 21st സെഞ്ച്വറിയിലാണ്. അല്ല, പെട്രോൾ തീർന്നു പോയി കഴിഞ്ഞാൽ പെട്രോൾ അടിച്ചാൽ മതി. അതിന് പകരം മറ്റേ ബുക്ക് കീറിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ടേക്കണേ ശരിയാവും. ദീർഘിക്കുന്നില്ല, ഒറ്റ വാക്കി പറയണത്, നിങ്ങൾ എന്നെ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാക്കിയാൽ ഞാൻ ആദ്യം ചെയ്യുക, ഇത്തരം അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ബുൾഡോസർ വെച്ച് തകർക്കും. ഞാൻ അതിൻ്റെ പേരിൽ എന്നെ ആര് തട്ടിയാലും വേണ്ടില്ല. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് സമൂഹത്തിൽ മദ്യത്തെക്കുറിച്ച് മാത്രമല്ല, സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചും. 30 കൊല്ലം മുമ്പ് മാസ്റ്റർബേഷൻ എന്താണെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത ആളാണ് ഞാൻ.
ആൻഡ് മാസ്റ്റർബേഷൻ ഈസ് നോട്ട് അൺഹെൽത്തി എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. ഇപ്പോഴും ഞാൻ കുട്ടികളോട് പറയും മാസ്റ്റർബേഷൻ ചെയ്താൽ തെറ്റൊന്നുമല്ല, പക്ഷേ അതിനകത്ത് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അത് ചെയ്യാൻ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ കൈകൾ വൃത്തിയായി കഴുകിയിട്ട് പോകണം. അപ്പോൾ ഇന്നാളൊരു ടീച്ചർ എന്നോട് പറയാണ്, കൈകൾ കഴുകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യൂലേ സാറേ എന്ന്. ഇത് ചെയ്യാത്തവരാരുള്ളത്? ദിസ് ഈസ് നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ്. ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്കിത് മനസ്സിലായത് 10ാം ക്ലാസ്സിലായപ്പോഴാണ്. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്ക് 2ാം ക്ലാസ്സിലറിയാം. എന്തിനാ ഇതൊക്കെ മാറ്റി വയ്ക്കുന്നത്? ടെൽ ദം വാട്ട് ഈസ് ഇറ്റ്. അതെ. അപ്പോൾ അറിവ് കൊടുക്കുക, അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതം അവർക്ക് മാതൃകയായി കൊടുക്കുക. എന്തുമാത്രം മാതൃകയാക്കാമെന്ന് എനിക്കറിയില്ല. ഞാൻ 60 കൊല്ലം ജീവിച്ച ആളാണ്. 17-ാം തീയതി എനിക്ക് 60 വയസ്സാവും. അപ്പോൾ 60 കൊല്ലത്തിനിടയിൽ ആർക്കൊക്കെ മാതൃകയായിരുന്നു എന്ന് എനിക്കറിയില്ല, പക്ഷേ എന്നാൽ പറ്റുന്ന ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ സ്റ്റിഗ്മ. താങ്ക് യു ഫോർ ഇത് ഏതെങ്കിലും ലേഡീസ് ഹോസ്റ്റലിൻ്റെ അടുത്ത് വന്നെന്ന് പറയണം കേട്ടോ. താങ്ക് യു വെരി മച്ച്. അല്ലല്ല, അത് കുഴപ്പമില്ല, ചിരിക്കാനല്ലേ. ഓക്കെ, പ്ലീസ് കണ്ടിന്യൂ. സാറിൻ്റെ കൂടെയുള്ള എനിക്ക് നമ്മൾ ഈ വിഷയത്തിലേക്ക് ഒന്ന് തിരിച്ചു വരുവാണെങ്കിൽ ഈ പ്രശ്നങ്ങളെ നമ്മളിപ്പം കൈകാര്യം ചെയ്യേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളതിനെക്കുറിച്ചുള്ള ധാരണകൾ കുറവുണ്ട്. അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നത് കുറച്ച് ജനറൽ അവയർനെസ് ബിൽഡിങ്ങിൽ മാത്രമാണ്. അപ്പോൾ അത് മതിയോ എന്നുള്ള ചോദ്യമാണ് നമുക്ക് മുമ്പിലുള്ളത്. അപ്പോൾ നമ്മൾ ഈ ജനറൽ അവയർനെസ് കൊടുക്കുന്നത് ഓക്കെ, ആവശ്യമാണ്, അറിവ് ആവശ്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പഴയ പോലെ ഒരു അറിവുള്ള വ്യക്തി പോയി അറിവില്ലാത്തവരോട് പറഞ്ഞു കൊടുക്കേണ്ട സാഹചര്യമില്ല. കാരണം അറിവ് എല്ലായിടത്തും ഉണ്ട്. ഇപ്പം കുട്ടികൾക്ക് ആക്സസിബിൾ ആണ്. ഇപ്പം ഒരു പെട്ടെന്ന് ഗൂഗിൾ ചെയ്യുമോ, അപ്പോൾ ഗൂഗിളിൻ്റെ കാലം മാറിയിട്ട് ഇപ്പോൾ ChatGPT അല്ലെങ്കിൽ GPTയുടെ കാലമായി. സ്വാഭാവികമായിട്ടും പണ്ട് ഗൂഗിൾ ചെയ്യുന്ന കാലം വരുമ്പോൾ കുറച്ചുകൂടെ കളക്റ്റീവായിട്ട് ഇൻഫോർമേഷൻ കിട്ടുന്ന സാഹചര്യം. സോ ബേസിക്കലി ഇൻഫർമേഷന് വേണ്ടി നമ്മളിനി ഒരു പ്രോസസ്സ് ചെയ്യുന്ന അർത്ഥമില്ല. അപ്പോൾ അത് നെക്സ്റ്റ് ലെവലിൽ വേണ്ട. ഇപ്പോൾ ചാറ്റ് ബോട്ട്സ് പോലും ഡെവലപ്പ് ചെയ്യപ്പെടേണ്ടതാണ്. അതായത് ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഈ തിയറി ഓഫ് പ്രിവെൻഷൻ പറയുന്നത് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി എന്ന് പറയും. പ്രൈമറി എന്ന് പറയുന്നത് ഇതിലേക്ക് പോകാത്ത ഒരാളെ നമ്മൾ അതിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവർത്തനവും പ്രൈമറി പ്രിവെൻഷൻ ഭാഗമാണ്. അപ്പോൾ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പം അവയർനെസ് ക്ലാസ്സുകൾ അല്ലെങ്കിൽ ബോധവൽക്കരണ പ്രക്രിയകൾ, അതേപോലെ തന്നെ ഇതുപോലെ സബ്സ്റ്റൻസിൻ്റെ റൈറ്റും റോങ്ങും തിരിച്ചറിയാനുള്ള ലൈഫ് സ്കിൽസ് ട്രെയിനിങ്, ഇതെല്ലാം അതിൻ്റെ ഭാഗമാകും. പക്ഷേ ഇനിയൊരു ഫോക്കസ് വേണ്ടത് ഈ സെക്കൻഡറി പ്രിവെൻഷനിലാണ്. സെക്കൻഡറി പ്രിവെൻഷനിൽ ഇപ്പോൾ നമ്മൾ എക്സ്പെരിമെൻറ്റേഷനോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ഒരാൾ യൂസ് ചെയ്യുന്നു വിചാരിക്കുക. ആ യൂസ് ചെയ്ത ആൾ പൂർണ്ണമായ അഡിക്റ്റായി മാറരുത്, അല്ലെങ്കിൽ അയാൾ പ്രശ്നത്തിലേക്ക് വീണ് പോകരുത്. അപ്പോൾ അതിന് ശരിക്കും ഏർലി ഐഡൻറ്റിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഏർലി യൂസ് പോലെ തന്നെ ഏർലി യൂസ് നമുക്ക് പ്രശ്നമാണ്, ഏർലി ഐഡൻറ്റിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ്. അതായത് ഒരാൾ ഒരിക്കലും ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കൗതുകം കൊണ്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ അത് അവൻ്റെ ബിഹേവിയറിൻ്റെ ഭാഗമാകുന്നു, അല്ലെങ്കിൽ അവൻ്റെ ശരീരത്തിന് ആവശ്യമായി മാറുന്ന സാഹചര്യത്തിൽ എത്തുമ്പോൾ പിന്നെ നമുക്ക് ഡിസീസായി മാറും. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാനില്ല. അപ്പം ഏർലി ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ എനിക്ക് തോന്നിയത് ഏറ്റവും കൂടുതൽ റോള് കുടുംബത്തിൽ തന്നെ. നേരത്തെ ഞാൻ പറഞ്ഞതാണ്, കുടുംബത്തിലെ റോള് പറഞ്ഞതാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻസ് ഓപ്പൺ ആയിരിക്കുന്ന പോലെ തന്നെ കുടുംബങ്ങളിലുള്ള പേരൻസിന് ഇതിനെ കണ്ടുപിടിക്കാൻ കഴിയുക, അപ്പോൾ അതിനെ കുറച്ചുകൂടെയൊക്കെ അവയർനെസ് ബിൽഡ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഒരു അത് തന്നെ സാർ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഈവൻ ഇപ്പോൾ ചെറിയ പിള്ളേരിലോട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് പറയും. ഇപ്പോൾ 5ാം ക്ലാസ് റീസെൻ്റ്ലി ഞാൻ കേട്ട 5ാം ക്ലാസ് പഠിക്കുന്ന വെച്ചെന്നൊക്കെ ഞാൻ കേട്ട ന്യൂസിലുള്ളത്. അപ്പോൾ ഇവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നോർമൽ കുട്ടികളാണെങ്കിലും ഇവർ ഇത് യൂസ് ചെയ്യാൻ ഇവർക്കൊരു ബിഹേവിയറൽ ചേഞ്ച് എന്തായാലും ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇത് നമ്മൾ മാതാപിതാക്കൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. പണ്ടത്തെ ഞാൻ പറയണത് ഇപ്പോൾ എന്നെക്കാട്ടും കുറച്ച് മുമ്പ് എൻ്റെ ഒക്കെ പാരൻസ് ആണെങ്കിൽ പോലും ആ ടൈമിലൊക്കെ ആണെങ്കിൽ പോലും നമ്മളെന്തെങ്കിലും അവർക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ഡ്രഗല്ല അന്നെന്ന് പറയണത് സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇതെല്ലാം എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഇന്നത്തെ ഡ്രഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് അതിനുള്ള എഡ്യൂക്കേഷൻ ഇത് അവരാണ് പാരൻസിന് എഡ്യൂക്കേഷൻസ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റും. അതാണ് അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് തോന്നിയത് വെച്ചാൽ നമ്മൾ ഈ പലപ്പോഴും ഈ നമ്മുടെ സ്പേസുകൾ വളരെ പ്രൈവറ്റായി മാറിക്കൊണ്ടിരിക്കുക. ഇപ്പം പണ്ടൊരു കുടുംബത്തിലെന്ന് വെച്ചാൽ ഈ ഓപ്പൺ സ്പേസ് കൂടുതലും പ്രൈവറ്റ് സ്പേസ് കുറവായിരുന്നു. ഇപ്പോൾ നമ്മൾ തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ കുടുംബങ്ങളിൽ ഇപ്പോൾ ഇവനൊരു വീട് പണിയുമ്പോൾ പോലും ഈ പ്രൈവറ്റ് സ്പേസിൽ കൂടുകയും ഓപ്പൺ സ്പേസിൽ കുറയുകയും ചെയ്യുന്നു. അല്ല, കുട്ടികൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ മുറി. അപ്പം പണ്ട് ഇതെല്ലാം ഷെയർ ചെയ്യുന്നതുകൊണ്ട് ആരെന്ത് ചെയ്താലും അങ്ങോട്ടൊന്നും കാണാനൊക്കെ. ഇപ്പം അത് തിരിച്ചു പോകാനും പറ്റില്ല.
പക്ഷേ ഈ പ്രൈവറ്റ് സ്പേസ് കൂടുമ്പോൾ അവിടെ മോണിറ്ററിങ്ങിനുള്ള മെക്കാനിസം, അപ്പം മോണിറ്ററിങ് പറഞ്ഞാൽ നമ്മൾ ഇവനെ നോക്കാൻ വേണ്ടി പോയി നോക്കിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ആ സമയം നാച്ചുറൽ പ്രോസസ്സിനിടയ്ക്ക് ഇത് കാണാൻ പറ്റുമെന്ന സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അത് പലപ്പോഴും ഇല്ലാതാവുന്നു. അപ്പോൾ ഈ പ്രൈവറ്റ് സ്പേസ് കുടുംബത്തിൽ കൂടുന്നൊരു കാര്യം. രണ്ട്, ഈ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. പക്ഷെങ്കിൽ പോലും പേരൻസിന് കുട്ടികളുമായിട്ടുള്ള ബന്ധം സ്ട്രോങ് ആയിരിക്കുക എന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ഓപ്പൺ ആയിരിക്കുക, ഒരു റെസ്പെക്ട് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ സാർ പറഞ്ഞ പ്രൈവറ്റ് റൂംസ് ഉണ്ട്, പക്ഷെ അവരുടെ പ്രൈവസിയും ആസ് എ പാരന്റ് റെസ്പെക്ട് ചെയ്യുന്ന പോലെ ബിഹേവ് ചെയ്താൽ അവരും കുറേയൊക്കെ ഷെയർ ചെയ്യും. എത്ര വാൾസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ പാരന്റ് എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു പാരന്റ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദേ വിൽ ടോക്ക് അബൌട്ട് ഇറ്റ്. പക്ഷേ ആസ് എപ്പോഴും പ്രൈവസി ഈസ് ഓൾസോ അബൌട്ട് ഹൗ മച്ച് യു ആർ ഹൈഡിങ് ബിഹൈൻഡ് യുവർ മൗത്ത്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് റൂംസ്. എന്തൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാതിരിക്കുന്നു അത്രയും പ്രശ്നങ്ങൾ കൂടുതൽ. ഷെയർ ചെയ്യുന്ന പ്രശ്നത്തെ ഉൾക്കൊള്ളുമോ എന്നുള്ള പ്രശ്നമാണ് വരുന്നത്. അപ്പം നമ്മൾ പീപ്പ് ചെയ്യുന്നാൽ ആൾക്കാർക്ക് ഇഷ്ടമല്ല. അത് പ്രൈവസി തന്നെ നമ്മൾ ഇത് ചെയ്യണം. ഈ പറഞ്ഞ പോലെ റെസ്പെക്ട്ഫുൾ ആയിട്ട് ആ പ്രൈവസി കൊടുക്കുകയും എന്നാൽ ചില കാര്യങ്ങളിൽ ആ ഓപ്പൺനെസ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പം ഈ പ്യൂണിറ്റീവ് ഈ നമ്മളവരെ ഇത് പ്രശ്നമായിട്ട് കാണുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അത് പറയാനുള്ള ടെൻഡൻസിയും കുറയും. അപ്പോൾ ഏതൊരു പ്രശ്നവും ഇത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഞാൻ പറഞ്ഞാലും എനിക്ക് വേണ്ട സപ്പോർട്ട് കിട്ടുമെന്നുള്ള ഓപ്പൺ ആവുകയുള്ളൂ. അപ്പോൾ അതേപോലെ വേറൊരു ഗ്രൂപ്പ് ടീച്ചേഴ്സാണ്. കാരണം എഡ്യൂക്കേഷനാണ് വേറൊരു ഫോക്കസ് വരേണ്ടത് നമുക്ക്. സാർ ഇപ്പോൾ പറഞ്ഞല്ലേ, ഇപ്പോൾ സ്കൂൾസ്, ഇപ്പോൾ ഫാമിലി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ. അപ്പോൾ ഇവിടെയൊക്കെ ഇവരുടെ ബിഹേവിയർ ചേഞ്ച് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് കുറച്ചും കൂടി ഫാമിലിനെക്കാട്ടും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ചിലപ്പോൾ ടീച്ചേഴ്സ് ആയിരിക്കും. പക്ഷേ അവരുടെ ക്ലാസ് ടീച്ചറായിരിക്കും. അപ്പോൾ അവർക്കായിരിക്കും. അപ്പോൾ ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും നമുക്ക് ഇവർക്കും ഒരു അവയർനെസ്സുകൾ ക്രിയേറ്റ് ചെയ്യണ്ടേ? അത് ഈ രണ്ട് കാര്യങ്ങളാണ്. നേരത്തെ പറഞ്ഞ കാര്യത്തിനോട് യോജിപ്പ് പറയുന്നത്. സാറ് പറഞ്ഞത് അബ്സല്യൂട്ട്ലി കറക്റ്റാണ്. നമ്മൾ കുറച്ചുകൂടെ നമ്മളിലേക്ക് വലിഞ്ഞു. ഇൻഡിവിജ്വൽ സൈക്കോളജി, ഇൻഡിവിജ്വൽ ഫ്രീഡം, അത് തെറ്റൊന്നുമല്ല. പക്ഷെ ആ കൂട്ടത്തിൽ കമ്മ്യൂണിറ്റി ലൈഫ് ഉണ്ടാക്കാൻ നമ്മൾ പഠിക്കണം. ഞാൻ ചില എക്സാമ്പിൾസ് പറയാം. ഇതൊന്നും പുസ്തകത്തിൽ നിന്ന് വായിച്ചാൽ എല്ലാവരോടും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മൊബൈൽ പാടില്ല. നമ്മുടെ എത്ര കുടുംബങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്? ഞങ്ങളുടെ ആശുപത്രിയിൽ പ്രശസ്തരായ ഡോക്ടറുള്ള ആശുപത്രിയാണ്. ഉച്ചയ്ക്ക് ഊണിന് വന്നിരുന്നാൽ സകല ഡോക്ടേഴ്സിൻ്റെ കയ്യിൽ ഇതുണ്ട്. ഈയിടെ ഞാൻ ഡോക്ടേഴ്സിന് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഊണ് കഴിക്കാൻ പോകുമ്പോൾ മൊബൈൽ കൊണ്ടുപോകാതിരുന്ന് നോക്ക്, നമുക്ക് എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറയാം. ഞാൻ മൊബൈൽ കൊണ്ടുപോകാറില്ല. ചായ കുടിക്കാൻ പോകുമ്പോഴും ഊണ് കഴിക്കാൻ പോകുമ്പോഴും എൻ്റെ മൊബൈൽ എൻ്റെ കയ്യിലില്ല. അപ്പോൾ മൊബൈൽ ഈസ് നോട്ട് എ ബാഡ് തിങ്. അത് ഉപയോഗിക്കാൻ പഠിക്കണം. അത് കുട്ടികളെ പഠിപ്പിക്കണം. രണ്ടാമത്തെ കാര്യം, ആഴ്ചയിലൊരിക്കലെങ്കിലും കുടുംബങ്ങൾ എവിടേക്കാണ്, ചില കുടുംബങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം, സുഭാഷ് പാർക്കിൽ ഞാൻ കണ്ട കാഴ്ചയാണ്. ഞാൻ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന ആളാണ്. അപ്പനും അമ്മയും മക്കളോടെ പോയിട്ട് മക്കൾ ഒരു വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോയി. അമ്മ അവിടെ കുറേ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ പോയിരുന്നു. അപ്പൻ ഒരു മൂലയ്ക്ക് പോയിരുന്നു വീഡിയോ വലിച്ചു. അതല്ല, പോകുമ്പോൾ അവരെല്ലാവരോടും ഉൾക്കൊള്ളുന്ന ഒരു ഗെയിമിൽ പങ്കാളിയാകണം. രണ്ട്, വീട്ടിൽ എല്ലാവരും കൂടി, ഇപ്പോൾ സാറ് പറഞ്ഞാൽ കുട്ടികളുടെ കാര്യങ്ങളിൽ നമ്മൾ പീപ്പ് ചെയ്യരുത്, പക്ഷെ ഒബ്സർവ് ചെയ്യണം. അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആഴ്ചയിലൊരിക്കൽ എല്ലാവരോടും ഒരുമിച്ച് ഒരു മണിക്കൂറെങ്കിലും ഒന്നിച്ച് കിടക്കണം. 2 കട്ടലയിൽ 2 മക്കൾ അപ്പനും അമ്മയല്ലേ ഉള്ളൂ. കെട്ടിപ്പിടിച്ച് കിടക്കണം, ഉമ്മ കൊടുക്കണം. നമ്മുടെ നാട്ടിൽ കിസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തോ പാവാന്നാ. അത് മാറണം. ഷോയിങ് അഫെക്ഷൻ, ദാറ്റ് ഇസ് എ കറക്റ്റ് വേർഡ്. ഞാനതിനെ കിസ് എന്ന് പറഞ്ഞു. അതിനെ ഞാൻ പറഞ്ഞ അവരെ കിസ് ചെയ്യുന്നതും തലോടുന്നതും അവരുടെ തലയിൽ എണ്ണ തേച്ച് കൊടുക്കുന്നതും കുളിച്ചു വരുമ്പോൾ തോർത്തി കൊടുക്കുന്നതും ഒക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. അതേസമയം അവർക്ക് ഇൻഡിവിജ്വൽ ഫ്രീഡവും പ്രൈവസിയും കൊടുക്കണം. അതിന് തമാശ രൂപേണ ഒരു കാര്യം പറഞ്ഞാൽ, ഒരു കുട്ടി അവൻ്റെ ഒരു ഗേൾ ഫ്രണ്ട് വിളിച്ചു. അപ്പോൾ അവനൊന്ന് വാതിൽ കുറ്റിയിട്ടു, അമ്മ കേൾക്കാതിരിക്കാൻ. എല്ലാ കാര്യങ്ങളും അമ്മമാർ കേൾക്കണമെന്ന് വാശി പിടിക്കരുത്. കുട്ടികൾക്ക് അവരുടേതായ പ്രായത്തിനനുസരിച്ചുള്ള പ്രൈവസിയുണ്ട്. പക്ഷേ ആ അമ്മ കുറച്ചും കൂടിയും ആ കുട്ടിയോട് ഒരു ഫ്രണ്ടിനെ പോലെയാണെങ്കിൽ ആ കുഞ്ഞ് പറയും, അമ്മേ ദേ അവനാട്ടോ വിളിച്ചേ, എന്നിട്ട് വേണമെങ്കിൽ ഉറക്കം വെച്ച് കേൾപ്പിക്കും, അമ്മ കേട്ടോന്ന്. എനിക്ക് അങ്ങനെ ഒരു കുഞ്ഞിനെ അറിയാം. അവളുടെ ബോയ് ഫ്രണ്ട് വിളിച്ച് അവളെ ഉറക്കം വയ്ക്കുക, എന്നിട്ട് അമ്മേനെയും കേൾപ്പിക്കും. എന്നിട്ട് എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് അവനോട് പറയും, എൻ്റെ അമ്മ എല്ലാം കേട്ടുകൂടാന്ന് പറയും. ശരി, അതൊക്കെയാണ് ആ ഒരു ദാറ്റ് സോർട്ട് ഓഫ് ചേഞ്ച് നമ്മൾ പേരൻസിനില്ല. ഇനി അഥവാ നമ്മൾ ഏതെങ്കിലും ഒരു പേരൻ്റ് അത് ചെയ്താൽ മറ്റേ പേരൻസൊക്കെ പറയും പിള്ളേരെ വേണ്ടാത്തത് പഠിപ്പിക്കും. അത് തെറ്റാണ്. ഇപ്പം നമ്മൾ കേട്ടിട്ടില്ല, വിദേശ രാജ്യങ്ങളിൽ അമ്മ രണ്ടാമത്തെ കുട്ടിക്ക് ജന്മം കൊടുക്കുമ്പോൾ അമ്മയുടെ പ്രസവം മൂത്ത കുട്ടീനെ കാണിച്ചു കൊടുക്കുകയാണ്. അതിലൂടെ കുട്ടി പഠിക്കുന്നത് എന്താ? അമ്മയോടുള്ള
അടങ്ങാത്ത സ്നേഹം. എൻ്റെ അമ്മ എന്നെ ഇങ്ങനെയാണല്ലോ പ്രസവിച്ചത്, അമ്മ എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ട്, ഇതൊക്കെ കുട്ടി തിരിച്ചറിയാണ്. അതിന് നെഗറ്റീവായിട്ടല്ല കാണേണ്ടത്. നമ്മളെന്തായാലും അത്രയും വളർന്നിട്ടില്ല. എന്നോട് ചോദിച്ചാൽ അത്തരത്തിലേക്ക് നമ്മൾ വളരണം. പക്ഷേ അവിടുത്തെ ചില മൂല്യങ്ങൾ, ഇപ്പോൾ ഫ്രീ സെക്സ് അങ്ങനെയുള്ളതൊന്നും നമുക്ക് വേണ്ട. കാരണം അതൊക്കെ ദോഷത്തിലേക്ക് പോകുന്നു എന്ന് അവർ തിരിച്ചറിഞ്ഞു. ഇപ്പോൾ അമേരിക്കയിൽ ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് പണ്ടൊക്കെ വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ വിവാഹമോചനം ഉണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ബ്രയൻ ലാറ എന്ന് പറഞ്ഞു, അല്ല ബ്രയൻ മൊറലസ്, ഈ മയക്കുമരുന്ന് ചികിത്സയ്ക്കൊക്കെ ഫണ്ടിങ് കൊടുക്കുന്ന ഏജൻസിയുടെ ഡയറക്ടറാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, വി അമേരിക്കൻസ് നൗ വാണ്ട് ടു ഹാവ് ലോങ്ങർ ലൈഫ്, ലോങ്ങർ മാരീഡ് ലൈഫ് എന്നാണ്. പക്ഷെ നമ്മൾ മലയാളികളിപ്പോൾ 6 മാസത്തിൽ കൂടുതലൊന്നും നിൽക്കാറില്ല. അതിലൊക്കെ ഒന്ന് മാറ്റം വന്നാൽ ഇതും മാറും. ചുരുക്കി പറഞ്ഞാൽ അഡിക്ഷനെ ഒരു സ്റ്റാൻഡ് അലോൺ പ്രോബ്ലമായിട്ടോ അതിനൊരു പരിഹാരം ബോധവൽക്കരണമായിട്ട് കാണരുത്. ഒരുപാട് കാര്യങ്ങളുമായി ഇടപഴഞ്ഞ് കിടക്കുന്നതാണ്. ഇറ്റ് ഈസ് ലൈക്ക് യുനോ ഒരു കെണിയാണിത്, ഒരു എലിപ്പെട്ടി പോലെ ഒരു ട്രാപ്പാണ്. അപ്പോൾ ആ ട്രാപ്പിൽ നിന്ന് അഴിച്ചെടുക്കണമെങ്കിൽ എല്ലാ മേഖലകളിലും മാറ്റങ്ങൾ വരണം. അപ്രോച്ചിൽ മാറ്റം വരണം, സമീപനങ്ങളിൽ മാറ്റം വരണം. കുറച്ചൊക്കെ കുട്ടികൾക്ക് ഉല്ലാസത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാകണം. കുട്ടികൾ പാട്ട് പാടുന്നതും ഡാൻസ് ചെയ്യുന്നതും DJ പാർട്ടികളൊക്കെ പോസിറ്റീവ് തലത്തിലേക്ക് വളരണം. ഇപ്പോൾ ശ്രീലങ്കയിലൊക്കെ ചെന്ന DJ പാർട്ടിയുണ്ട്, അവിടെ അത് ലൈസൻസ്ഡ് ആണ്, അല്ലാതെ കള്ളു വിൽക്കാനും ലഹരി വിൽക്കാനുള്ള സ്ഥാപനം മോണിറ്റേർഡുമാണ്. അവിടെ അതിൻ്റെ ഉദ്ദേശം കുട്ടികൾക്കൊരു റിക്രിയേഷനാണ്. അപ്പോൾ അവർ വെള്ളിയാഴ്ച വരെ ജോലി ചെയ്തിട്ട് ശനിയാഴ്ച വൈകുന്നേരം അതിന് പോണേ. ഇവിടെ അങ്ങനെയല്ല, നമ്മൾ വെള്ളിയാഴ്ച വരെ ഈ DJ പാർട്ടിക്ക് പോയിട്ട് ശനി ഞായറും നമ്മൾ റെസ്റ്റ് എടുക്കും. ആ രീതി മാറിയിട്ട് ഒരു പുതിയ കൾച്ചർ പഠിപ്പിക്കണം. അപ്പോൾ ശ്രീലങ്ക ഞാൻ അനുഭവിച്ച 2 വർഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ DJ പാർട്ടി ചെല്ലുമ്പോൾ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനെ അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടിനെ കൊണ്ട് ചെല്ലണം, ഒറ്റയ്ക്ക് പോകാൻ പാടില്ല. അതിൻ്റെ പിന്നിലെ കഥ എന്നാന്ന് വെച്ചാൽ യു ബിഹേവ് വെൽ. എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ ശരിയാണോ? അതൊരു കൺട്രോളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുക, BP ഭാര്യയെ പേടിയുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ. അപ്പോൾ ഞാനിതോടെ അവസാനിപ്പിക്കാൻ, നമുക്ക് മറ്റു കാര്യങ്ങളല്ലേ. താങ്ക് യു. ഞാൻ വേറൊരു കാര്യം കൂടെ, ഇപ്പോൾ സാർ പറഞ്ഞു ദർ ഇസ് എ ലോട്ട് ഓഫ് തിങ്സ് ഹാപ്പനിങ് എന്നുള്ളത്. പക്ഷേ കഴിഞ്ഞൊരു 10-15 ഇയേഴ്സ് ആയിട്ട് നമ്മൾക്ക് എത്രത്തോളം നമ്മൾ എന്താ പറയുക, വി ആർ ലിറ്റിൽ ബിറ്റ് ക്ലോസ് ടു അച്ചീവിങ് സംതിങ്, അത് എത്രത്തോളമാണ്? നമ്മളിപ്പോൾ ഈ മേഖലയിലെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഇപ്പോൾ ഇൻ്റർവെൻഷൻ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിന് കാരണങ്ങൾ ഈ പറഞ്ഞ പോലെ നാഷണൽ മെൻ്റൽ ഹെൽത്ത് സർവേ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഈ 2019 നടന്ന ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ പഠനങ്ങളുണ്ട്. അപ്പോൾ ഈ പഠനങ്ങളൊക്കെ കാണിക്കുന്നത് നമ്മുടെ ഇവിടെ ഉള്ള ഡ്രഗ് യൂസ്, അത് നമ്മൾ പറയുന്നത് പണ്ട് ആൽക്കഹോളിനെ കുറിച്ച് ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ കുറച്ചുകൂടി സിന്തറ്റിക് ഡ്രഗ്സിലേക്ക് മാറി എന്നുള്ളതാണ് തീവ്രമായ പ്രശ്നം. പണ്ട് മദ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കുടിക്കുന്ന ആളെ തിരിച്ചറിയാൻ പറ്റുമായിരുന്നു, കുടിച്ച ആളുടെ അളവിനനുസരിച്ച് അയാളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഡീൽ ചെയ്യാൻ എളുപ്പമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ ഈ സിന്തറ്റിക് ഡ്രഗ്സുകളുടെ ഉപയോഗം അത് അത്രത്തോളം എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഫോക്കസ് കൂടിയിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് കൂടി. ഉദാഹരണം പറഞ്ഞാൽ മദ്യം കഴിച്ച് വർഷങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അയാളുടെ ഒരു വിഡ്രോവൽ സിംറ്റം വളരെ കോംപ്ലിക്കേറ്റഡ് വിഡ്രോവൽ സിംറ്റം ആവുകയുള്ളൂ. അല്ലെങ്കിൽ അയാളുടെ ശരീരത്തിലെ ലിവറിനെയൊക്കെ ബാധിക്കുന്നത് വർഷങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ്. പക്ഷേ ഇപ്പോഴത്തെ പല ഡ്രഗുകളും അങ്ങനെയല്ല, സിംഗിൾ യൂസ് കൊണ്ട് തന്നെ നിങ്ങളുടെ ബ്രെയിനിനെയും നമ്മുടെ ശരീരാവയവങ്ങളെയും ബാധിക്കുന്ന ലെവലിലേക്ക് പോകുന്നു. ഫ്യൂച്ചർ ജനറേഷൻ ഇല്ലാതെ പോവുകയാണ്. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഇതിനകത്തൊരു ഫോക്കസ് വരേണ്ട കാര്യം ഈ പറയുന്ന ഈ ചെറുപ്പക്കാരിലുള്ള മയക്കുമരുന്ന് ഉപയോഗം നമ്മുടെ ഭാവി തലമുറ നശിപ്പിക്കുമെന്നും അത് നമ്മുടെ സമൂഹത്തിനെയും നമ്മുടെ സൊസൈറ്റിയെയും നമ്മുടെ എക്കണോമിയെയും നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുന്നുള്ള കൺസെപ്റ്റിലാണ് ഇത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും ശക്തമായ ഇനീഷ്യേറ്റീവ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കേരളത്തിൽ തന്നെയാണെങ്കിൽ നമുക്കറിയാം, വിമുക്തി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് വിമുക്തി പ്രോഗ്രാംസ് ഉണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് യോദ്ധാവ് പ്രോഗ്രാമുണ്ട്, അതേസമയം നശാമുക്ത് ഭാരത് അഭിയാൻ എന്ന പ്രോഗ്രാം സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രോഗ്രാമുണ്ട്. അങ്ങനെ നമ്മൾ ഏത് മേഖല എടുത്താലും എല്ലാ മേഖലകളിലും പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ നമുക്കിനി ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കേണ്ടത് എങ്ങനെ ഇതിനകത്ത് കൺവേർജൻസ് കൊണ്ടുവരാമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരേ പരിപാടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന 8-10 സംവിധാനമുണ്ടെങ്കിൽ ആ സംവിധാനങ്ങൾ എങ്ങനെ ഒന്നിച്ച് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒന്നിച്ച് കൊണ്ടുവരുന്ന വഴി നമ്മൾ ഇതിൻ്റെ ഒരു കവറേജ് മെച്ചപ്പെടുത്താനും റീച്ച് മെച്ചപ്പെടുത്താനും സാധിക്കും. അപ്പോൾ ഇത് നടക്കുന്നുണ്ട് കുറേയൊക്കെ. അപ്പം ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇതൊരു വിഷയമായി ചർച്ച ചെയ്യപ്പെടുന്നു.
ചർച്ച ചെയ്യപ്പെടുന്നതിലൂടെ ഇതിലേക്ക് പോകുന്നവരെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്, ചികിത്സിക്കാൻ സാധിക്കും, ചികിത്സാ കേന്ദ്രത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. ചികിത്സിക്കുന്നതിലൂടെ പൂർണ്ണ റിക്കവറി അല്ലെങ്കിലും ഒരു ലൈഫിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ ഈ കൺവേർജൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺവേർജൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പല മേഖലകൾ, ആരോഗ്യം, സാമൂഹ്യക്ഷേമം, അതേപോലെ വിദ്യാഭ്യാസം, അങ്ങനെയുള്ള എല്ലാ മേഖലകളും കൂട്ടിച്ചേർത്ത്, എക്സൈസ്, പോലീസ്, എല്ലാ മേഖലയോടും കൂട്ടിച്ചേർന്നുള്ള പ്രവർത്തനമാണ് ഒരുപക്ഷെ നമുക്കിനി ഒരുമിച്ച് ഗ്രൂപ്പായിട്ട് ചെയ്യണം. എല്ലാവരും ഒരു ഗോളോടെ വർക്ക് ചെയ്യണം. അല്ല, നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളതാണ് നല്ലതുമാണ്. നമ്മൾ ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ഓൺ ദ ബേസ്ഡ് ഓൺ ദ സയൻസ്. ഡ്യൂപ്ലിക്കേഷൻ ഓഫ് സർവീസസ് ഉണ്ട്, പലരും ചെയ്യുന്നു. അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യുക, ഒരു മെക്കാനിസം ഉണ്ടാകണമുണ്ട്. അപ്പം ഇതിനൊക്കെ ശരിക്കും നല്ലൊരു മെക്കാനിസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അത് ആ ബോധവൽക്കരണത്തിൽ ഏർപ്പെടുന്ന ആളുകളെ പ്രോപ്പർലി ട്രെയിൻ ചെയ്യണം. അപ്പോൾ അധ്യാപകരെ മാത്തമാറ്റിക്സിന് ട്രെയിനിങ് കൊടുത്തിട്ടല്ലേ പഠിപ്പിക്കുക. പക്ഷെ മദ്യപാനത്തിന് മാത്രം ട്രെയിനിങ് ഒന്നും വേണ്ട, നിങ്ങൾ ഒരു വിശുദ്ധനായിരുന്നാൽ മതി എന്ന രീതി മാറണം. സാർ ഇപ്പോൾ എന്തെങ്കിലും ഒരു കേസ് സ്റ്റഡിയോ അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ആസ് ഇൻ ലൈക്ക് ഇപ്പോൾ സാറ് തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ കുറേ പേര്. ഒരുപാട് കേസ് സ്റ്റഡികളുണ്ട്. പക്ഷേ മദ്യപാന രണ്ടെണ്ണം ഞാൻ പറയാം, ജസ്റ്റ് ടു പോയിൻ്റ് ഔട്ട് വാട്ട് ഈസ് ഇറ്റ്. ഒന്ന്, മദ്യാസക്തി ചികിത്സ എടുത്തിട്ടൊന്നും വലിയ കാര്യമില്ല, ചികിത്സ എടുത്തവനും പിന്നെയും കുടിക്കും, ഇതൊക്കെ വെറും തട്ടിപ്പാണെന്ന് പറയുന്നവരോട് പ്രോപ്പർ ഇഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ, ആ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അതൊരു ടീം വർക്കായിരിക്കണം. ഇതൊരു ഡോക്ടർ മാത്രമല്ല ചികിത്സിക്കേണ്ടത്. ഇപ്പോൾ ചില ആളുകൾ പറയും സൈക്യാട്രിസ്റ്റോ, സൈക്യാട്രിസ്റ്റ് സത്യത്തിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അഡിക്ഷനെ കുറിച്ച് ഒന്നും പഠിക്കുന്നില്ല. ഞാൻ വരുന്ന ഒരു മെഡിക്കൽ കോളേജിൽ നിന്നാണ്, ഞങ്ങൾക്ക് PG സ്റ്റുഡൻസ് ഉണ്ട്, എനിക്കറിയാം അവരുടെ സിലബസ് എന്താണെന്ന്. അപ്പോൾ ഒരു സൈക്യാട്രിസ്റ്റ് ആയതുകൊണ്ട് അഡിക്ഷനെ കുറിച്ച് അറിയണമെന്നില്ല. ദേ ആർ നോട്ട് ട്രെയിൻഡ്. ഞാൻ ഈ വിദേശ രാജ്യങ്ങളിൽ പോകുന്ന അങ്ങനെയുള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കാനാണ്, ഹൗ ടു ഹാൻഡിൽ ദിസ്. അപ്പോൾ ഒരു സൈക്യാട്രിസ്റ്റ് മാത്രം പോരാ, ട്രെയിൻഡ് കൗൺസിലേഴ്സ് വേണം, അഡിക്ഷൻ പ്രൊഫഷണൽസ്. MSW പഠിച്ച കുട്ടികളെ, സൈക്യാട്രിക് പഠിച്ച കുട്ടികളെ, സൈക്കോളജി പഠിച്ച കുട്ടികൾക്ക് വീണ്ടും അഡിക്ഷനിൽ ട്രെയിനിങ് കൊടുത്തിട്ട് വേണം കൗൺസിലറാക്കാൻ. അതുപോലെ നേഴ്സസ് വേണം, അതുപോലെ അറ്റൻഡേഴ്സ് വേണം, യോഗ തെറാപ്പിസ്റ്റ് വേണം, പിയർ എഡ്യൂക്കേറ്റേഴ്സ് വേണം. അതായത് ഇതെല്ലാം നിർത്തി റിക്കവറിങ്ങിലായിരിക്കുന്ന ആൾ, റിക്കവേർഡ് എന്നുള്ളൊരു പദമില്ല, ഒരിക്കലും ഭേദമാകുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ടീമാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സർക്കാർ ഒരുപാട് കാശ് ചിലവാക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള പ്രൊഫഷണൽസിന് ഓണറോറിയം കൊടുക്കുന്നത് ആശാ വർക്കേഴ്സിന് കൊടുക്കണേക്കാളും കഷ്ടമാണ്. ഇപ്പോൾ അത് പൊളിറ്റിക്കലി അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആരും ഈ ജോലിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ എന്നോട് ചോദിക്കും, സാർ എങ്ങനെയായി 30 വർഷം കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ? ആൻഡ് ദാറ്റ് ഈസ് ദ വണ്ടേഴ്സ് ഓഫ് കോലഞ്ചേരി മെഡിക്കൽ കോളേജ്, ദ ഓൺലി ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് പേസ് ബെറ്റർ പേ ടു കൗൺസിലേഴ്സ്, ആൻഡ് ഐ എം ഗെറ്റിംഗ് വെരി വെരി ഗുഡ് സാലറി ഫ്രം മൈ ഹോസ്പിറ്റൽ. അതുകൊണ്ടാണ് 60 കഴിഞ്ഞിട്ട് ഞാൻ എന്നോട് തുടർന്നോളാൻ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ തുടരണം. അപ്പോൾ അങ്ങനെ ഒരു ടീം വർക്ക് വേണം. അപ്പോൾ ഈ മദ്യാസക്തി ടീം വർക്കിൻ്റെ എഫക്റ്റാണ്. ഹോം വിസിറ്റൊക്കെ നടത്തണം, ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് അടുത്തതിൽ സംസാരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു കേസ് പറഞ്ഞാൽ, ഒരു മിലിറ്ററിയിൽ നിന്ന് റിട്ടയറായ ജോർജ് ഏട്ടൻ, മിലിറ്ററിയിൽ നിന്ന് റിട്ടയറായ ഒരാൾ ഞങ്ങളുടെ അടുത്ത് വന്ന് ചികിത്സ എടുത്തു. ഞങ്ങളുടെ ചികിത്സ ഇതുപോലെ ടീം വർക്കാണ്. ഞങ്ങളുടെ ഡോക്ടേഴ്സ്, സൈക്യാട്രിസ്റ്റ് രാവിലെ റൗണ്ട്സിന് വരുമ്പോൾ ഓരോ വ്യക്തികളുടെ അടുത്ത് രോഗികളെന്ന് ഇപ്പോൾ പറയില്ല എന്നാണ്, ചെല്ലുമ്പോൾ ഞങ്ങളോടെ ചോദിക്കുന്നത് കൗൺസിലേഴ്സിനോട്, ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ്. എങ്ങനെയുണ്ട്, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ, മോട്ടിവേഷൻ ഉണ്ടോ, എന്താ സിംറ്റംസ് എന്താണ്, നമുക്ക് ഈ മരുന്ന് കൂട്ടിയാലോ ആ മരുന്ന് കുറച്ചാലോ. അപ്പോൾ നമുക്കും മരുന്നിനെക്കുറിച്ച് കുറച്ച് ഐഡിയ ഉണ്ട്. അപ്പോൾ അത് ശരിയാണ്, മൂഡുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ്, ഞങ്ങളോട് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്, അല്ലാതെ അവർ ചുമ്മാ എഴുതുകയല്ല ചെയ്യുന്നത്. അതാണ് ടീം വർക്ക് എന്ന് പറയുന്നത്. ഞങ്ങളോട് മാത്രമല്ല ചോദിക്കുക, സിസ്റ്റർമാരോട് ചോദിക്കും ഈ പേഷ്യൻ്റ് ഓവർ ടോക്കറ്റീവ് ആണോ എന്ന്. അത് വളരെ കൃത്യമായി നടക്കുന്ന ഒരു ആശുപത്രിയാണ് ഞങ്ങളുടേത്. ആൻഡ് ദാറ്റ്സ് വൈ വി കോൾ ഇറ്റ് ദ ബെസ്റ്റ്. അപ്പോൾ ഈ ആശുപത്രിയിൽ തന്നെ ചികിത്സ എടുത്ത് പോയ ഒരാൾ 14 വർഷം കുടിക്കാതിരുന്നുകയും മദ്യാസക്തിയിൽ നിന്ന് വിട്ടു നിൽക്കുകയും ഞങ്ങൾ അയാളെ പിയർ എഡ്യൂക്കേറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. ഒരു ചെറിയ സാലറി ഉള്ളൂ സർക്കാർ തരുന്നത്. പക്ഷേ അദ്ദേഹം ആ ജോലിയിലായിരുന്ന സമയത്ത് എലക്ഷൻ വരികയും
ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് യാതൊരു സ്റ്റിഗ്മയില്ലാതെ മദ്യത്തിനടിപ്പെട്ട് ഒരു കാലത്ത് റോട്ടിലൂടെ നടന്ന ഈ ഇദ്ദേഹത്തെ അവർ പഞ്ചായത്ത് മെമ്പറാകാൻ ടിക്കറ്റ് കൊടുത്തു. അപ്പോൾ ആ 14 വർഷത്തെ അയാളുടെ വർക്കിൻ്റെ പ്രത്യേകതയാണ്. അയാൾ മദ്യം നിർത്തി എന്ന് മാത്രമല്ല, അയാൾ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും ആക്റ്റീവായി തിരിച്ചു വന്നു. അതിനാണ് പറയുന്നത് ഹോൾ പേഴ്സൺ റിക്കവറി. ഇതാണ് നമ്മളെല്ലാം ഉദ്ദേശിക്കുന്നത്. ഒരാൾ കുടി നിർത്തുക അല്ല ലക്ഷ്യം. ഞാൻ എപ്പോഴും പറയും, ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അയാൾ പഞ്ചായത്ത് മെമ്പറായി, ഉടൻ തന്നെ ഒരു വാർത്ത വന്നു, പഞ്ചായത്ത് പ്രസിഡൻ്റായി. ആരുമല്ല പേര് പറയാം, ജോർജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരിക്കെ ആക്സിഡൻറ്റ് വന്ന് അദ്ദേഹം മരണപ്പെട്ടു. സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഫാദറിൻ്റെ ഡെത്തിന് ശേഷം ഒരു പക്ഷേ എന്നെ ഇച്ചിരി വേദനിപ്പിച്ച ഒരു മരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. അത്ര നല്ല മനുഷ്യനായിരുന്നു. അതാണ് മദ്യാസക്തിയിൽ നിന്ന് എങ്ങനെ തിരിച്ചു വന്നതിന് ഒരു ഉദാഹരണം. ദർ ആർ സോ മെനി എക്സാമ്പിൾസ്. ലൈക്ക് 95 ഞങ്ങളുടെ അവിടെ ചികിത്സ എടുത്ത ഒരു വിജയനുണ്ട്. അദ്ദേഹത്തിന് കള്ള് ടാപ്പിംഗ് ആയിരുന്നു, അതായത് കള്ള് ചെത്ത്. അപ്പോൾ അദ്ദേഹം അത് നിർത്താൻ വേണ്ടി എന്നോട് വന്ന് പറയായിരുന്നു, സാറേ എനിക്ക് ഈ ജോലി നിർത്തിയാൽ ജീവിക്കാൻ പറ്റില്ല, പക്ഷേ എനിക്ക് മദ്യം രുചിച്ച് നോക്കിയാലാണ് എൻ്റെ കള്ളിൻ്റെ വില കിട്ടുള്ളൂ. അപ്പോൾ രുചിച്ച് നോക്കിയാൽ, അതായത് നമ്മുടെ നാക്കിലൊരു ശകലം മുട്ടിയാൽ നമുക്ക് കുടിക്കാൻ തോന്നും, അതുകൊണ്ട് തൊടാൻ പാടില്ലെന്നാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് സജസ്റ്റ് ചെയ്ത് കൂട്ടുകാരനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെ അദ്ദേഹം കുറേ നാൾ ജോലി ചെയ്തു. പിന്നെ അദ്ദേഹത്തിന് അത് തുടരാൻ പറ്റില്ലെന്ന് കണ്ടപ്പോൾ അദ്ദേഹം അത് ഉപേക്ഷിച്ച് ലോട്ടറി വിൽപ്പനക്കാരനായി. നോക്കുക, അങ്ങനെ അദ്ദേഹം ദീർഘനാൾ മദ്യപിക്കായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം മരിച്ചു. 95 വന്നയാളാണ്. എത്ര കൊല്ലം ഫ്രണ്ടും പോയി. അതായത് അവർ ദീർഘനാൾ കുടിക്കാതിരുന്നു, പക്ഷെ അവർ മരിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ അടുത്ത് വന്നു. എന്തിനാണെന്നറിയാമോ? ജോലി തേടി. എന്തിനാ ഞാൻ ആ പോയിന്റ് പറഞ്ഞത്? ഞങ്ങൾ വെറുതെ ചികിത്സ കൊടുക്കുകയല്ല, ഗിവിങ് എ ന്യൂ ലൈഫ്. ആ മകന് അന്ന് ഞാൻ കാണുമ്പോൾ മകൻ ഇത്രയേ ഉള്ളൂ. അവൻ എന്ത് ധൈര്യത്തിലാണ് എൻ്റെ അടുത്ത് ജോലി തേടി വന്നേ? അച്ഛൻ മരിച്ചു പോയി സാറേ, ജീവിക്കാൻ നിവൃത്തിയില്ല, സാർ എനിക്കൊരു ജോലി വാങ്ങിത്തരുമോ? ഞങ്ങളുടെ ആശുപത്രിയിൽ സെക്യൂരിറ്റി ആയിട്ട് അവന് ജോലി മേടിച്ചു കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഒരു രോഗിയെ ചികിത്സിക്കുമ്പോൾ അയാളുടെ കുടി നിർത്തുക മാത്രമല്ല, അയാളുടെ സർവ്വ മേഖലകളെയും ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ സഹായിക്കണം. അതിനാണ് കേസ് മാനേജർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരാൾ വേണം, കൗൺസിലർ മാത്രം പോരാ. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ന്യൂ ജനറേഷൻ അഡിക്ഷൻ്റെ രസകരമായ ഒരു അനുഭവം പറഞ്ഞിട്ട് നിർത്താം. ഈ കഴിഞ്ഞ ദിവസം ഒരു 14 വയസ്സുള്ള ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്നിരുന്ന വഴി എന്നോട് പറഞ്ഞു, ഞാൻ കഞ്ചാവ് അടിക്കുക, എനിക്ക് നിർത്തണം. ചിരിച്ചുപോയി ഞാൻ സത്യത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, അതിനിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? സാറ് പറഞ്ഞവരെ എങ്ങനെ നിർത്താം? ഞാൻ അതിനുള്ള വഴികൾ പറഞ്ഞുതരാം, പോരെ? പെട്ടെന്ന് പുള്ളി പറഞ്ഞു, അത് എനിക്ക് നിർത്തിയേ പറ്റൂ, കാരണം എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ന്യൂ ജനറേഷൻ. 13 വയസ്സിൽ ഞാൻ വിചാരിച്ചിട്ട് എനിക്ക് നടക്കാൻ പോയിട്ട് ഒരു പെണ്ണിൻ്റെ മുഖത്ത് പോലും നടക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു അവനോട്, നീ ഗേൾ ഫ്രണ്ടിനെ കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ എഴുന്നേറ്റ് അവന് കൈ കൊടുത്തു. വെരി ഗുഡ്. ഉടനെ ആ കൊച്ചെന്നോട് പറഞ്ഞെന്നറിയാം, എന്നെ 2-3 സ്ഥലത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. അവരൊക്കെ ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നെ ചീത്ത പറഞ്ഞു സാറേ എന്ന്. ഞാൻ പറഞ്ഞു, നിന്നെ ഞാൻ ചീത്ത പറയുന്നില്ല, ഐ അപ്രീഷിയേറ്റ് യു, നീ മിടുക്കനാ, കാരണം ഈ പ്രായത്തിൽ നിനക്കൊരു ഗേൾ ഫ്രണ്ടിനെ കിട്ടിയത് നല്ലതല്ലേ. അവന് ആവേശമായി. അവൻ പറഞ്ഞു, ഞാൻ വിളിച്ചോട്ടെ അവളെ എന്ന് പറഞ്ഞു. വിളിച്ചോളാൻ പറഞ്ഞപ്പോൾ ഞാൻ ശരി വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. വന്നപ്പോൾ 13 വയസ്സുള്ള കൊച്ച്. അവൾ ഇത്രയേ ഉള്ളൂ. എനിക്ക് സങ്കടവും വന്നുണ്ട്, ചിരിയും വന്നുണ്ട്. ഞാൻ അവൾക്കും കൊടുത്തു കൈ. അപ്പോൾ ഞാൻ ചോദിച്ചു അവളോട്, എനിക്ക് കൈ തരാമോ? കുട്ടികളെ ടച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. യെസ് എന്ന് പറഞ്ഞു, കൈ കൊടുത്തു, ഇരുത്തി. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സാണോ? അതെ, ഞങ്ങൾ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചു. ഇപ്പോഴാ? ഓ ഓക്കെ. ഇനിയിപ്പോൾ എന്നെന്താ ചെയ്യേണ്ടത്? ഞാൻ എന്താ ചെയ്യേണ്ടത്? സാർ ഒരു കാര്യം ചെയ്യണം, ഇവൻ എൻ്റെ ഫ്രണ്ടാണ്, ഇവൻ കഞ്ചാവ് ഉപയോഗം നിർത്തുമെന്ന് സാർ ഉറപ്പ് തന്നാൽ ഞാനിത് തുടരും, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ കട്ട് ചെയ്യും. ഞാൻ പറഞ്ഞു, എനിക്കത് സാധിക്കില്ല മകളെ, കാരണം കഞ്ചാവിന് അഡിക്റ്റ് ആവുന്നത് അതൊരു ലഹരിയാണ്, അതൊരു രോഗമാണ്. ഐ വിൽ ഹെൽപ്പ് ഹിം. അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് അവൾ പറഞ്ഞു, ആ കൊച്ച് നിർത്തിയില്ലെങ്കിൽ ഞാൻ പോവും. വൈ ഐ സെഡ് യു, ദിസ് ഈസ് ദ യങ് ജനറേഷൻ. ഡിഡ് വി ചേഞ്ച്? നമ്മൾ ചേഞ്ച് ചെയ്തില്ല. ആ കൊച്ചെ കൗൺസിലിങ്ങിന് പല സ്ഥലത്തും കൊണ്ടുപോയി മടുത്ത് എൻ്റെ അടുത്ത് കൊടുത്തത്. എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ അവന് കൈ കൊടുത്തപ്പോൾ അവൻ്റെ ആ മനോഭാവം എന്തായിരുന്നു?
ഹി അണ്ടർസ്റ്റുഡ് ദർ ഈസ് സമ്മൺ ഹു അക്സെപ്റ്റ് മീ. Yeah. അതായിരിക്കണം നമ്മുടെ അപ്രോച്ച്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുക. താങ്ക് യു വെരി എന്താ പറയുക, ഭയങ്കര രസമുള്ളൊരു കോൺവെർസേഷൻ ആയിരുന്നു ഇന്ന്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഭയങ്കര ഇൻസൈറ്റ്ഫുള്ളും ആയിരുന്നു. അനീഷ് സാർ ആണെങ്കിലും ഫ്രാൻസിസ് സാർ പറഞ്ഞു തന്നാൽ മാത്രം പോരാ, പക്ഷെ നമ്മുടെ മനസ്സിലിരിക്കുന്ന പോലെ പറഞ്ഞു തരുന്നത് ഒരു വേറൊരു കഴിവാണ്. സോ താങ്ക് യു സോ മച്ച് സർ. പിന്നെ അനീഷ് സർ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ സെഷൻ? തീർച്ചയായിട്ടും വളരെ നമ്മളൊരു ഈ വിഷയത്തെക്കുറിച്ച് ഒത്തിരി ചർച്ച നടക്കുന്നുണ്ടല്ലോ. അപ്പം തീർച്ചയായിട്ടും ഇത്തരം ചർച്ചകളിലൂടെയാണല്ലോ നമ്മൾ പുതിയ തലങ്ങൾ കണ്ടെത്തുകയും എന്തെങ്കിലും ചേഞ്ച് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ അല്ല, തീർച്ചയായിട്ടും ഒരു എപ്പിസോഡും കൂടി ചെയ്യാനുള്ള അതെ, സത്യം. ഇനിയും സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സമയ പരിമിതി മൂലം നമ്മൾ അല്ല, നമുക്ക് വീണ്ടും വരാം. തീർച്ചയായിട്ടും ഇന്നത്തേത് ഒരു ചർച്ചയായിരുന്നു. അതെ. ഇനി നമ്മൾ ഫോക്കസ്ഡ് ഡിസ്കഷൻ നടത്താം. അതായത് ഒരു വിഷയം എടുത്തിട്ട് അത് ചർച്ച ചെയ്യാം. അതെ. ഗുഡ്. അല്ല, ഇത് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചത് തന്നെ കുറച്ചെങ്കിലും നമ്മൾ ഇപ്പോൾ ഈവൻ ഈ ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ആർക്കെങ്കിലും ഒരു ചേഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ, അവരുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അത് എന്തായാലും നിങ്ങൾ രണ്ടുപേരും വന്നതിലും സന്തോഷം, വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം, ഫോർ യുവർ എനർജി. പക്ഷേ ശരിക്കും ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് കോൺവെർസേഷൻ ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം കുറേ കാര്യങ്ങൾ ആയിട്ടുള്ള കുറേ നമ്മൾ പറഞ്ഞു. ടോപ്പിക്കായിരുന്നു ഇത്. പക്ഷേ ഇന്നത്തെ ഡിസ്കഷൻ ഭയങ്കര ഫണ്ണി ആയിരുന്നു അല്ലേ? ഭയങ്കര ഫണ്ണി, പക്ഷെ പിടിച്ചിരുത്തുന്നുണ്ട് നമ്മളെ. ലൈക്ക് കേൾക്കാൻ നല്ല രസമുണ്ട്. അതുകൊണ്ടായിരിക്കും സാർ ഇങ്ങനെ 150 ക്ലാസ്സസിന് പോകുമ്പോഴും സാറിന് ഒത്തിരി സ്റ്റുഡൻസ് ഫാൻസ് ഉണ്ടാവുമല്ലോ ഇങ്ങനെ സംസാരിക്കുന്നതിന്. എൻ്റെ കുട്ടികൾ ഞാൻ എവിടെ പോയാലും എൻ്റെ അടുത്ത് വന്നിരിക്കും, എനിക്ക് കൈ തരും, എന്നെ കെട്ടിപ്പിടിക്കും. അങ്ങനെ ആയിരിക്കും ശരിക്കും ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ. നമ്മൾ ടീച്ചറിന്റെ ഡിസ്കഷൻ ചെയ്തപ്പോൾ എനിക്ക് ഇതാ പറയണ്ടേ, ലൈക്ക് ടീച്ചേഴ്സ് ആണെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ആ സ്റ്റുഡൻസുമായിട്ട് വെക്കണ്ട. അല്ലാതെ എപ്പോഴും ഇങ്ങനെ വടിയും കൊണ്ട് നടന്ന് പേടിപ്പിക്കലല്ല ചെയ്യേണ്ടത് ശരിക്കും. ഔട്ട് ഓഫ് റെക്കോർഡ്സ് പറയും. ഫ്രാൻസിസ് സാറ് ഈ നേരത്തെ പറഞ്ഞില്ലേ, ഈ ICDSലൊക്കെ ചെറിയ ചെറിയ അംഗൻവാടി ബേസിലൊക്കെ ക്ലാസ് എടുക്കാനൊക്കെ പ്രോഗ്രാംസ് ഉണ്ടാവും. അവർ ഈ പറഞ്ഞാൽ ചെറിയ ചെറിയ ഫണ്ടാവും. ഒരു സെഷൻ 500 രൂപയൊക്കെയാണ് അവർ കൊടുക്കുന്നത് റിസോഴ്സ് പേഴ്സണ്. ഞാൻ പലപ്പോഴും സാറിൻ്റെ ഈ പ്രൊഫൈൽ വെച്ച് സാറിനെ വിളിച്ചാൽ പോകും, 500 റുപ്പീസിനും പോകും. കാരണം വെച്ചാൽ അത് ഈ ഡസ് നോട്ട്, പൈസ അല്ല അവിടെ ഇമ്പോർട്ടൻറ്റ്, മിഷനാണ്. ആ മിഷന് പ്രവർത്തിക്കുന്ന അതൊരു ഞാൻ ഇത് ശരിക്കും പറഞ്ഞാണ് എൻ്റെ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് സാറിനെ ഒത്തിരി ക്ലാസ് എടുക്കാൻ വിളിക്കാറുണ്ട്. വിളിക്കുമ്പോൾ ഒക്കെ എന്താ വെച്ചാൽ ചില കമ്മ്യൂണിറ്റി ആൾക്കാർ പറയും, ആ സാർ വന്നാൽ മതി, വേറെ ഈ സാറ് മതി, അടുത്ത ക്ലാസ്സിന് വിളിക്കും, ആ സാറ് തന്നെ മതി എന്ന് പറയും. പിന്നെ എങ്ങനെയും പറ്റുമെങ്കിൽ സാർ വന്നിരിക്കും. അത് ഞാൻ പോയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നിങ്ങൾ എന്നോട് ഒരാളെ ചോദിച്ചില്ലേ, അപ്പം ഞാൻ എന്തുകൊണ്ടാ അക്കാഡമിക് ലെവലിൽ എന്നേക്കാൾ മിടുക്കനാണ്. കാര്യം എൻ്റെ അടുത്ത് വന്നയാളാണ്. ഈസ് ആൻ എക്സ്പേർട്ട് ഇൻ അക്കാഡമി. പക്ഷേ എന്താ ഇദ്ദേഹത്തിൻ്റെ പേര് സജസ്റ്റ് ചെയ്തതെന്നറിയാമോ? നമുക്ക് റിസർച്ചുകൾ നടത്തണം, അങ്ങനെയൊക്കെ ചെയ്യാൻ കിട്ടുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന എന്തിനാണെന്നറിയാമോ, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഈഗോ പാടില്ല, മത്സരം പാടില്ല. വി മസ്റ്റ് സപ്പോർട്ട് ഈച്ച് അതർ. ഓൾസോ എ ലോട്ട് ഓഫ് പേഷ്യൻസ് അല്ലേ സർ? അതെ, വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയാണ്, നിങ്ങൾ കേട്ടത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ സമയത്തിന്, എൻ്റെ സമയത്തിന്, നിങ്ങൾ ഓരോരുത്തരുടെയും സമയത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. വി വിൽ കണ്ടിന്യൂ. ഫോർ ഷുവർ സർ. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ്. ഇന്ന് എല്ലാവരും വീട്ടിൽ നല്ലൊരു ഡിസ്കഷൻ ചെയ്യുക ഇതിനെപ്പറ്റി. ഞങ്ങൾ ഇന്ന് ഇവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നിങ്ങളും വീട്ടിലിരുന്ന് ഇതിനെപ്പറ്റി നല്ലോണം ഡിസ്കസ് ചെയ്യുക. റെക്ടിഫൈ യുവർ മിസ്റ്റേക്സ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് നിങ്ങളിൽ തന്നെ വരുത്താൻ പറ്റുമെങ്കിൽ വരുത്തുക. ബിക്കോസ് ദാറ്റ് ഈസ് ഗോണ ലീഡ് ടു എ ബെറ്റർ ടുമോറോ ആൻഡ് എ ബെറ്റർ സൊസൈറ്റി. So thank you so much for watching. Bye. Bye.